السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله توكلت على الله وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الجزاء والدين. صلاة وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. صدق الله العلي العظيم. وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. حیدری فقر ہے न दौलत उस्मानी है, हैदरी फ़क्र है न दौलत उस्मानी है. तुमको असलाफ से क्या निस्बत रूहानी है. हर कोई मस्त में ज़ौक़ तनासानी है. तुम मुसलमान हो या अंदाज़ मुसलमानी है. तुम मुसलमान हो या अंदाज़ मुसलमानी है. वह ज़माने में मुअज़्ज़ज़ थे मुसलमान होकर. मुअज़्ज़ज़ थे मुसलमान होकर. और तुम ख़ार हुए तारिक़े क़ुरआन होकर. और तुम ख़ार हुए तारिक़े क़ुरआन होकर. ആരിക്കാടിയുടെ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു ഇതൾ കൂടി തുന്നിച്ചേർത്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ വളരെ മനോഹരമായ ഒരു പരിപാടിയിൽ സംബന്ധിച്ച മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ,
നമ്മുടെ പരിപാടിയുടെ ആകർഷണവും പരിപാടിയുടെ ഭംഗിയുമൊക്കെയായി വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പള്ളി പ്രസിഡന്റ് ഇബ്രാഹിം മുഞ്ഞ് ഹാജി അവർകൾ, മുഹമ്മദ് മുസ്തഫ അനീഫ് മുസ്ലിയാർ, മുഹമ്മദ് മദനി, അതേപോലെ ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ നേതാവായ സഹോദരൻ, അതേപോലെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഉമറാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, അതേപോലെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി കടന്നു വന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ, ഹിഫ്ള് ഖിറാഅത്ത് മത്സരത്തിന് മത്സരാർത്ഥിയായി കേരളത്തിൻ്റെയും കർണാടകയുടെയും തമിഴ്നാടിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന മുതഅല്ലിമീങ്ങളെ, ഉസ്താദുമാരെ, ഖുർആനിലൂടെ ഒരു യാത്ര എന്ന ഒരു വിഷയം നമ്മൾക്ക് ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങളുടെ സഹകരണത്തോടെ ഇൻഷാ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തോടെ വളരെ ഭംഗിയായി പൂർത്തീകരിക്കണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുകയും ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട 2-3 സുഹൃത്തുക്കൾ എന്നോട് ഷെയർ ചെയ്തത് വളരെ ഹൈ സ്റ്റാൻഡേർഡുള്ള പരിപാടിയാണ്, ഞങ്ങൾ ഇങ്ങനൊരു പരിപാടി കണ്ടിട്ടില്ല എന്ന് ഭക്ഷണം കഴിക്കാൻ ആ വീട്ടിൽ പോയപ്പോൾ എൻ്റെ 2-3 സുഹൃത്തുക്കൾ എന്നോട് ഷെയർ ചെയ്തത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഏതായാലും ഈ ആരിക്കാടിയുടെ ചുറ്റുഭാഗങ്ങളിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഇതൊരു മാതൃകയാവട്ടെ. ഗാനമേളകളും ഫ്ലഡ് ലൈറ്റുകളും സെവൻസും കളികളും വെക്കുന്നതിന് പകരം നമ്മുടെ നാടിന് അനുഗ്രഹവും ബർക്കത്തും നൽകുന്ന ഖുർആനിൻ്റെയും ഹിഫ്ളിൻ്റെയും മത്സരങ്ങളും നല്ല നല്ല വഅദ് പരിപാടികളും സംഘടിപ്പിക്കാൻ എല്ലാ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇതിനു വേണ്ടി ശാരീരിക മാനസിക സഹായങ്ങൾ നൽകി കഠിന പ്രയത്നം ചെയ്യുന്ന ഇതിൻ്റെ സംഘാടകർ, അള്ളാഹു അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഹാമിലുൽ ഖുർആൻ, ഹാഫിളീങ്ങളെ ബഹുമാനിക്കണമെന്നാണ്. ഖുർആൻ പണ്ഡിതന്മാരെ നമ്മൾ ആദരിക്കണമെന്നാണ്. അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലക്ക് 50,000-ഉം 40,000-ഉം ഒക്കെ സമ്മാനം നൽകി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് എക്കണോമിക്കൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സാമ്പത്തിക മാന്ദ്യം നാടുനീളെ ഗൾഫിലും നാട്ടിലൊക്കെ നടക്കുമ്പോൾ വളരെ വിലപ്പെട്ട ഒരു സമ്പത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഹാഫിളീങ്ങൾക്കും ഖാരിഈങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറായത് തന്നെ അല്ലാഹുവിൻ്റെ പ്രീതിക്ക് ഒരു കാരണമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി. ഏതായാലും നമ്മുടെ ഒരു വിഷയം പരിശുദ്ധമായ ഖുർആനിലൂടെ ഒരു യാത്ര എന്ന ഒരു വിഷയമാണ്. മനോഹരമായ സദസ്സും മനോഹരമായ വേദിയും മനോഹരമായ മൈക്കും എല്ലാം കൊണ്ടും വളരെ വർണ്ണ ശോഭയും ശബളിമയുമുള്ള ഒരു പരിപാടിയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ ഖുർആനും ഹദീസും മുറുകെ പിടിക്കണമെന്നും അത് നിങ്ങൾ കൈയൊഴിഞ്ഞാൽ, അത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അത് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങൾക്ക് 2 കാര്യം ഇട്ടേച്ചു പോവാൻ. അല്ലാഹുവിൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോൾ നമ്മെ ഏൽപ്പിച്ചത് 2 കാര്യമാണ്. ലൻ തുളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വരില്ല, ഒരു നിലക്കും നിങ്ങൾ ഫെയിലിയർ അനുഭവിക്കേണ്ടി വരില്ല എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്കറിയാം, നാടിൻ്റെ എല്ലാ മുഖമൂലകളിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിനെ താറടിക്കാനും കരിവാരിത്തേക്കാനും ഒരുപാട് ആളുകൾ കുൽസിത ശ്രമങ്ങൾ നടത്തുമ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരവാദി? നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. നമ്മുടെ ഭാഗത്ത് നിന്ന് ചില ന്യൂനതകൾ വന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ചേ പറ്റൂ.
നമ്മുടെ ഭാഗത്ത് നിന്ന് ചില കുറവുകൾ വന്നിട്ടുണ്ട് എന്നത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചത് ഈ രണ്ട് കാര്യമാണ്. ഒന്ന് അൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനും വസുന്നതി, എൻ്റെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. ഇത് നിങ്ങൾ മുറുകെ പിടിച്ചാലോ ചെറുപ്പക്കാരും നാട്ടുകാരും ചെറുപ്പക്കാരികളുമൊക്കെ ഖുർആനും ഹദീസും മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയത്തിന്റെ രുചി അനുഭവിക്കേണ്ടി വരില്ല, പരാജയത്തിന്റെ കയ്പ് നീര് കുടിക്കേണ്ടി വരില്ല. അപ്പൊ നമ്മൾ ഇനി മടങ്ങണം ഖുർആനിലേക്ക്. വിശുദ്ധ ഇസ്ലാമിന്റെ ഭംഗിയും വിശുദ്ധ ഇസ്ലാം അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും വിളിച്ചോതുന്ന പരിശുദ്ധമായ ഖുർആനിലേക്കും ഹദീസിലേക്കും നമ്മൾ മടങ്ങണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു തുടക്കം അതിൻ്റെ പ്രാരംഭമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആത്മാർത്ഥമായി. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ ഖുർആൻ കൈവെടിയുമ്പോഴാണ് നമ്മൾക്ക് നാശം വന്നത് എന്നാണ് ഒരു കവി നമ്മോട് വളരെ മനോഹരമായി സൂചിപ്പിച്ചു തന്നത്. हैदरी फक्र है, हैदरी फक्र है, न दौलते उस्मानी है, हैदरी फक्र है, न दौलते उस्मानी है, तुमको मुसलमान तुमको असलाफ से क्या निस्बत रूहानी है. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രപിതാക്കളുമായി എന്ത് ബന്ധമാണുള്ളത്? അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സഹാബാക്കളുമായി, മഹാന്മാരായ പൂർവികന്മാരായ സലഫു സാലിഹീങ്ങളുമായി എന്ത് ബന്ധമാണ് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? ഹൈദരി ഫഖർ ഹേ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന ദാരിദ്ര്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഉസ്മാൻ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സമ്പുഷ്ടത, ആ ഒരു സാമ്പത്തിക അഭിവൃദ്ധി നമ്മുടെ കയ്യിലുണ്ടോ? അവർക്കുണ്ടായിരുന്ന ആ ഒരു സാമ്പത്തിക ശേഷിയുമില്ല. അതേപോലെ അലി തങ്ങൾക്കുണ്ടായ ആ ഒരു ദാരിദ്ര്യവും നമ്മൾക്കില്ല. എന്നിട്ട് ചോദിക്കാണ്, മുൻകഴിഞ്ഞ ആ പ്രപിതാക്കളുമായി എന്ത് ബന്ധം നമ്മൾക്കുണ്ട്, എന്ത് റിലേഷൻ നമ്മൾക്കുണ്ട്? നമ്മുടെ പേര് മുസ്ലിമാണ്. हर कोई मस्त में ذوق तनासानी है. ഇങ്ങനെ കളിച്ച് ചിരിച്ച് ജീവിക്കുകയാണോ? ലഹരിയുടെയും കളിയുടെയും മത്തിൽ നിങ്ങൾ അകപ്പെട്ട് ജീവിക്കുകയാണോ? തും മുസൽമാൻ ഹേ, നീ മുസ്ലിമാണോ? ഓർ അന്ദാസ മുസൽമാനി ഹേ, അല്ലെങ്കിൽ മുസ്ലിമിന്റെ നാമം മാത്രമാണോ നിനക്കുള്ളത്? നീ മുസ്ലിമാണോ? മുസ്ലിമാണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഉമ്മ പെറ്റു, ഉമ്മ പ്രസവിച്ചു എന്നല്ലാതെ ഉപ്പയുടെയും ഉമ്മയുടെയും മുസ്ലിമായ പേരൻസിൽ നിന്ന് നമ്മൾ ജനിച്ചു വന്നു എന്നല്ലാതെ എന്ത് ബന്ധമാണ് നമ്മൾക്ക് മുസ്ലിം എന്ന് പറയാനുള്ളത്? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഐ ആം എ മുസ്ലിം എന്ന് പറയുമ്പോ വളരെ അഹങ്കാരത്തോടെ നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുസ്ലിം എന്ന് പറയാൻ പേടിയാണ്, അല്ലേ? എന്തെങ്കിലും ഒരു കേസുകളിൽ പെടുമ്പോ മുസ്ലിമായ പിന്നെ പെട്ടുന്ന, മുസ്ലിമിന്റെ പേരാണോ പിന്നെ കാലാകാലം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ. JNUയിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾക്കറിയാം. ഞാൻ അതിലേക്ക് ടച്ച് ചെയ്യുന്നില്ല. മുസ്ലിം നാമധാരിയാണോ പിന്നെ അവർക്ക് ഐസിസുമായി ബന്ധമുണ്ടാകും, പിന്നെ അവർക്ക് നക്സലുമായി ബന്ധമുണ്ടാകും. അങ്ങനെ ഇല്ലാത്ത ബന്ധങ്ങൾ പറഞ്ഞ് മുസ്ലിം എന്ന ഒരു പേര് കൊണ്ട് കാലാകാലം കാരാഗ്രഹത്തിലടക്കേണ്ട വളരെ ദയനീയമായ അവസ്ഥയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയായിരുന്നില്ല മുസ്ലിമീങ്ങൾ. മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിങ്ങൾ പരാജയപ്പെടാനും നിങ്ങൾ അമ്പേ തോറ്റുപോവാനും കാരണം
പരിശുദ്ധനായ കവി നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. താരിഖേ ഖുർആൻ ഹോക്കർ, പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങിയത് മുതൽ നിങ്ങൾ പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് നമ്മൾക്ക് ഫാൾട്ട് സംഭവിച്ചത്? ഖുർആൻ നമ്മൾ പൂർണ്ണമായും കൈയൊഴിഞ്ഞു എന്നാണ്. When Egyptian got this book, ഗ്ലാഡ്സ്റ്റൺ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞതാണ്, മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റൂല എന്ന് തോന്നിയപ്പോ, ആയുധം കൊണ്ട് തകർക്കാനും പരാജയപ്പെടുത്താനും പറ്റൂല എന്ന് മനസ്സിലാക്കിയപ്പോ സാംസ്കാരിക വിപ്ലവത്തിലൂടെ അവരെ നശിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലെത്തി. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ കയ്യിൽ പിടിച്ചു പറഞ്ഞു, when Egyptian got this book, ഈജിപ്തുകാരുടെ കയ്യിൽ ഈ മുസ്ഹഫ് ഉള്ള കാലത്തോളം നമ്മൾക്കൊരിക്കലും സന്തോഷമോ സമാധാനമോ നമ്മുടെ നാട്ടിൽ അനുഭവിക്കാൻ പറ്റൂല. അവരെ പരാജയപ്പെടുത്താൻ നമ്മൾക്ക് പറ്റൂല. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളെ ഈ ഖുർആനിൽ നിന്ന് പിന്നോട്ട് വലിക്കണം. അതിനുശേഷമാണ് ഈ സാംസ്കാരിക അധിനിവേശം തുടങ്ങിയത്. കള്ളിലേക്ക്, പെണ്ണിലേക്ക്, ചാനലുകളിലേക്ക് നമ്മെ കൊണ്ടുപോയത് ഈ ഒരു ചിന്ത കൊണ്ടാണ്. നമ്മളിനി എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങുക. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മൾക്കൊക്കെ അറിയുന്ന ഒരു വെല്ലുവിളിയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ചലഞ്ച് വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്, അല്ലേ? അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുവന്നപ്പോൾ മക്കക്കാരായ ആളുകൾ എതിർക്കാൻ തുടങ്ങി. ഇത് പച്ച നുണയാണ്, ഇത് നിന്റെ വാക്കുകളാണ്, നീ ഒരു കവിയാണ്, നീ ഒരു ഭ്രാന്തനാണ്, ഇത് അള്ളാഹുവിന്റെ വചനമല്ല, ഇത് അള്ളാഹു പറഞ്ഞയച്ചതല്ല, ഇത് നീ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന പച്ച നുണകളാണെന്ന് മക്കയുടെ കിങ്കരന്മാരായ മുശ്രിക്കീങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു ആയത്തിറക്കി, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, ഞാൻ എൻ്റെ അടിമയുടെ മേൽ ഇറക്കിക്കൊടുത്ത പരിശുദ്ധമായ മുസ്ഹഫിൽ നിന്ന്, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് കൊണ്ടുവരാനോ ഒരു സൂറത്ത് കൊണ്ടുവരാനോ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് നുണയാണെന്ന്. പറ്റോ? അല്ലേ? അങ്ങനെയാണ് ഓരോ അമ്പിയാക്കളെ അവരുടെ കാലത്തിന് അനുസൃതമായിട്ടാണ് അള്ളാഹു പറഞ്ഞയച്ചത്. ഒരുപാട് മജീഷ്യന്മാരുള്ള കാലത്ത് മൂസാ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുന്നത്. രോഗികളെ ശിഫപ്പെടുത്തുന്ന, മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്ന രോഗികളെയൊക്കെ ആളുകൾ അവരുടെ മാജിക് കൊണ്ടോ അവരുടെ സിഹർ കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ അവര് രോഗികൾക്ക് ശിഫ നൽകുന്ന ഒരു സമയത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ എല്ലാ നബിമാരെയും അവരുടെ കാലത്തിനനുസരിച്ച് അയക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ പറഞ്ഞയച്ചത് എങ്ങനെയാണ്? ആ സമയത്ത് മക്കക്കാർ കവിതകൾ കൊണ്ട് കളിക്കുന്ന കാലമാണ്. പരസ്പരം പോരടിക്കുന്നത് കവിതകളിലൂടെ, വാട്സപ്പിലൂടെയല്ല, കവിതകളിലൂടെ. കവിത അവർ ഉണ്ടാക്കും, എന്നിട്ട് കഅബയിൽ അവിടെ കെട്ടിത്തൂക്കും. അവരുടെ ശത്രുക്കൾ വന്ന് വേറൊരു കവിത അവിടെ കെട്ടിത്തൂക്കും. അങ്ങനെ കവിതകൾ കൊണ്ട് പരസ്പരം മത്സരിക്കുകയും പോരടിക്കുകയും ചെയ്യുന്ന കാലത്ത് അറബി ഭാഷയിൽ നിപുണരായ ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു ഖുർആനിനെ ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവരോടാണ് ഈ വെല്ലുവിളി. നമ്മോട് ഇതുപോലത്തെ ആയത്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ? പൊന്നുസ്താദ്, ഞങ്ങൾ മലയാളികളാണ്, ഞങ്ങളോട് ഈ അറബി എന്തെങ്കിലും തിരിച്ചറിയോ എന്ന് ചോദിക്കൂലേ? പക്ഷേ ഇത് നമ്മൾക്കുള്ള വെല്ലുവിളി അല്ല. എന്നാൽ ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട്. ആ വെല്ലുവിളി വളരെ സമ്പുഷ്ടരായ സാഹിത്യ മേഖലകളിൽ നിപുണരും സമ്പുഷ്ടരുമായ ആളുകളിലേക്കാണ് അള്ളാഹു വെല്ലുവിളി അയക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ ചെയ്യണം, നിങ്ങൾ ഇതിന് മറുപടി തരണം. പക്ഷേ ഇന്ന് വരെ അതിനുള്ള മറുപടി കിട്ടിയിട്ടില്ല.
दुनिया ने बहुत ढूंढा मोहम्मद का जवाब, दुनिया ने बहुत ढूंढा मोहम्मद का जवाब, सानी तो बड़ी चीज है साया भी न मिला. ചോദ്യം വലുതാണല്ലോ. ദുനിയാനെ ബഹുത്ത് ഢൂണ്ട, ലോകം മുഴുവനും അന്വേഷിക്കാൻ തുടങ്ങി, ലോകം മുഴുവനും ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്താണ് അവരുടെ ചർച്ച? എന്തിനാണ് അവർ തയ്യാറായത്? എന്തിനെ? ദുനിയാനെ ബഹുത്ത് ഢൂണ്ട മുഹമ്മദ് കാ ജവാബ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചലഞ്ചിന്, ആ ഒരു വെല്ലുവിളിക്ക് മറുപടി നൽകണം, വെല്ലുവിളി സ്വീകരിക്കണം. പരിശുദ്ധ ഖുർആനിന് തത്തുല്യമായ ഒന്നിനെ കൊണ്ടുവരണം എന്ന വീറും വാശിയോടെ ആളുകൾ പരിശുദ്ധമായ മുസ്ഹഫിന്റെ ആയത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് സാധിച്ചില്ല, അവർക്കതിന് സാധിച്ചില്ലല്ലോ. സാനി തോ ബഡി ചീസ് ഹേ. ചോദ്യം വളരെ വലുതല്ലേ, ഇത് ചില്ലറ കാര്യമല്ലല്ലോ. വെല്ലുവിളിച്ചതാരാ? അള്ളാഹുവിന്റെ ഹബീബല്ലേ, നമ്മളെ പോലെയുള്ള പാവങ്ങളല്ലല്ലോ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തകനോ അല്ലല്ലോ ഇവിടെ വെല്ലുവിളിക്കുന്നത്. ഈ വെല്ലുവിളി മുത്ത റസൂലുള്ളാഹ് നബി തങ്ങളുടെ വെല്ലുവിളിയാണ്. യാ അല്ലാഹ്, ചോദ്യം വലുതാണ്. അതിന്റെ ഒരു നിഴല് പോലും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല, ഇനി അവർക്ക് കഴിയുകയുമില്ല. ഖുർആൻ സൂചിപ്പിക്കുന്നത് ആ ഒരു ആയത്താണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്റെ അടിമയ്ക്ക് ഞാൻ ഇറക്കിക്കൊടുത്ത പരിശുദ്ധമായ ഖുർആനിലോ ആയത്തുകളിലോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തൂ ബിസൂറ, ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ. 114 അധ്യായങ്ങളുള്ള ഖുർആനിന്റെ ഒരു സൂറത്ത്, ഈവൻ വൺ വേഴ്സ്, ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവാ. ആരോടെ? 14 നൂറ്റാണ്ട് ഇന്ന് വരെ ഈ ചോദ്യം ക്വസ്റ്റ്യൻ മാർക്കായി നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആർക്കും ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കാം, എന്നിട്ട് കൊണ്ടുവരാം. സാധ്യമല്ല, ഇംപോസിബിൾ, അത് അസാധ്യമാണ്, അതൊരിക്കലും നടക്കൂല. എന്തേ? ഇത് അള്ളാഹുവിന്റെ വചനമാണ്, ഇത് മതി. ലോകത്തുള്ള എല്ലാ അമുസ്ലിമീങ്ങൾക്കും ഇസ്ലാം സത്യമാണ്, ഖുർആൻ സത്യമാണ് എന്ന് തിരിച്ചറിയാൻ ഇതിനേക്കാളും വലിയൊരു ഉദാഹരണം വേണ്ടേ വേണ്ട, അല്ലേ? എന്തുണ്ടെങ്കിലും ഞങ്ങൾ കണ്ടെത്തുമെന്നും മലേഷ്യൻ വിമാനം കാണാതെയായി ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും അന്വേഷിച്ച് കടലിന്റെ അകത്തലങ്ങളിൽ വരെ അന്വേഷിച്ചിട്ട് അതിന്റെ ഒരു അത്തും പിടിയും അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ? ഇംപോസിബിൾ, അത് സാധ്യമല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ വെല്ലുവിളിയാണ്. ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതുപോലത്തെ ഒരു സൂറത്ത്. വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെയും സാക്ഷികളായോ സഹായികളായോ കൂടെ വിളിക്കാം. ഒറ്റയ്ക്ക് വേണ്ട, കൂട്ടമായി ശ്രമിച്ചോളൂ. ഒരു നാട്ടുകാർ, ഒരു രാജ്യക്കാർ, അരിക്കാടിക്കാർ, എല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചു നോക്ക്. പറ്റുമോ? ഇല്ല. വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഏത് സഹായികളെയും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പ്രശ്നമല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇൻ കുൻതും സാദിഖീൻ, ഈ ഖുർആൻ സത്യമല്ല, ഇത് നുണയാണ് എന്ന് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം. ഇനി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലേ എങ്കിൽ നിങ്ങൾ പറയുന്നത് നുണയാണ്, ഖുർആൻ സത്യമാണ് എന്ന് പ്രസ്താവിക്കുകയാണ് വളരെ വ്യക്തമായി പരിശുദ്ധമായ ഖുർആൻ. ഇത് കൊണ്ടുവരാൻ ഖിയാമത്ത് നാൾ വരെ സാധിക്കില്ല. അപ്പോഴൊക്കെ ഖുർആൻ സത്യമായി ലോകത്തിന്റെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കും, അതൊരിക്കലും ഇല്ലായ്മയാവൂല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്താണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അറബികളെ, മക്കക്കാരെ, നിങ്ങളാണ് ഇതിന് മറുപടി കൊണ്ടുവരേണ്ടത്. നിങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ലോകത്തൊരു ശക്തിക്കും ഇത് കൊണ്ടുവരാൻ സാധിക്കില്ല.
ഇതിന് തത്തുല്യമായ ഒരു ആയത്ത് ലോകത്തൊരു കുഞ്ഞു മോന് പോലും കൊണ്ടുവരാൻ സാധ്യമല്ല. വലൻ തഫഅലു എന്ന് പറഞ്ഞാൽ never ever, ഒരിക്കലും സാധിക്കൂല എന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഖുർആനിനോട് കളിക്കുന്നവർ വത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിനെ സൂക്ഷിക്കണേ. ഖുർആനിനോട് കളിക്കുന്ന ആളുകൾ പോവേണ്ടത് നരകത്തിലേക്കാണ്. നരകത്തിനെ സൂക്ഷിക്കണേ. ആ നരകത്തിന്റെ അവസ്ഥ എന്താ? വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെയുള്ളത് തീയല്ല, അവിടെയുള്ളത് കല്ലുകളാണ്. അവിടുത്തെ വിറകുകൾ എന്താ? കല്ലുകളാണ് നരകത്തിന്റെ വിറകുകൾ. നമ്മുടെ അടുപ്പത്തൊക്കെ ചെറിയ ഒരു കല്ലിടുമ്പോഴേക്കും അടുപ്പിന്റെ തീ അണഞ്ഞു പോകും. എന്നാൽ അവിടെയോ തീ അണയാനല്ല, തീ കത്താനാണ് അവിടെ കല്ലിടുന്നത്. നമ്മുടെ വിറകിന് പകരം കല്ല് വെച്ച് കൊടുക്കും, തീ ആളിക്കത്തും. വൽ ഹിജാറ, ജനങ്ങൾ നമ്മയൊക്കെ വിറകായിട്ട് അല്ലാഹു നാളെ നരകത്തിൽ കൊണ്ടുപോകും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ്, ആ നരകം അല്ലാഹു ഒരുക്കി വെച്ചത് സത്യനിഷേധികൾക്കാണ്. നമ്മൾ ഒരിക്കലും സത്യനിഷേധികളിൽ പെടാൻ പാടില്ല. അല്ലാഹു നമ്മൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പരിശുദ്ധമായ ഒരു സൂറത്ത്, ഒരു ആയത്ത് ഇറക്കി കൊടുക്കുന്നുണ്ട്. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയേ അങ്ങയുടെ കുടുംബക്കാരോട് പ്രബോധനം ചെയ്തു തുടങ്ങണം. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയേ രഹസ്യമായി പ്രബോധനം ചെയ്തതൊക്കെ മതി, ഇനി നിർത്ത്. രഹസ്യ സംഘടനാ പ്രവർത്തനങ്ങളും ദീനി ദഅവത്തും പ്രൊപഗേഷനും നീ നിർത്ത്, ഇനി പരസ്യമായി പ്രബോധനം ചെയ്യേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് അവിടെയുള്ള പർവ്വതത്തിൽ കയറി, അവിടെയുള്ള മലയിൽ കയറി, എന്നിട്ട് വിളിച്ചു എല്ലാ കുടുംബക്കാരെയും, ഖുറൈശികൾ ഇങ്ങോട്ട് വരണം. എല്ലാ ഹാഷിം യാ ബനി ഹാഷിം, അങ്ങനെ എത്ര കുടുംബക്കാരും എത്ര ഗോത്രക്കാരും മക്കയിലുണ്ടോ അവരെയൊക്കെ ആ പർവ്വതത്തിന്റെ ചുറ്റും വിളിച്ചുകൂട്ടി. അങ്ങനെ ഒരു വിളിയാളം അവിടെ നിന്ന് കേട്ടാൽ നാട്ടുകാർ എത്ര വലിയ രോഗിയാണെങ്കിൽ വരെ എന്റെ കെയർ ഓഫിൽ ഒരാളെ പറഞ്ഞേക്കുമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലെ അങ്ങനെ ഒരു പർവ്വതത്തിൽ പോയി വിളിക്കാറുള്ളൂ. അങ്ങനെ വിളിച്ചാൽ എല്ലാവരും അവിടെ കോടിച്ചെല്ലും. അങ്ങനെ ചെന്നു. നബി തങ്ങൾ ചോദിച്ചതൊക്കെ നമ്മൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ കാണുന്ന പർവ്വതത്തിന്റെ പിന്നിലൂടെ, ഈ കാണുന്ന മലയുടെ പിന്നിലൂടെ നിങ്ങൾ ആക്രമിക്കാൻ ഒരാൾ കടന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, ബലാ, ഞങ്ങൾ വിശ്വസിക്കും. എന്തേ? അൽ അമീൻ, ഇന്ന് വരെ ഒരു നുണ പറയാത്ത, കളവ് പറയാത്ത, വഞ്ചിക്കാത്ത നബിയല്ലേ, വഞ്ചിക്കാത്ത മനുഷ്യനല്ലേ, എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കും? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, എന്നാൽ ഇന്ന് വരെ നുണ പറയാത്ത നാവ് കൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരട്ടെ. ഞാൻ നുണ പറയുന്ന ആളല്ല, കളവ് പറയുന്ന ആളല്ല, വഞ്ചിക്കുന്ന ആളല്ല, സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല എന്ന് നിങ്ങൾക്ക് തിരിയാമല്ലോ, നിങ്ങൾ സമ്മതിച്ചതല്ലേ. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ദൈവമില്ല, അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനില്ല. വഅന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണേ. നിങ്ങളുടെ ലാത്തയെ, നിങ്ങളുടെ ഹുസ്സയെ, നിങ്ങളുടെ മനാത്തയെ, ഹുബുലയെ, എല്ലാവിധ ബിംബങ്ങളെയും വലിച്ചെറിഞ്ഞ് ഏകനായ റബ്ബിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഈ മരങ്ങളൊക്കെ സാധാ മരങ്ങളാണ്, കല്ലുകളൊക്കെ കല്ലുകളാണ്. അവർക്കൊരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവല്ലാതെ ഒരു ദൈവമില്ല. അല്ലാഹുവിൽ അവർ വിശ്വസിക്കുമായിരുന്നു, മറ്റുള്ള ദൈവങ്ങളിലും വിശ്വസിക്കുമായിരുന്നു. എന്നാൽ മറ്റുള്ള ദൈവങ്ങളെ വലിച്ചെറിഞ്ഞ് അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഒരുവനാണ്, ഇതിലേക്ക് നിങ്ങൾ മടങ്ങി വരണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചപ്പോ നബി തങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ട ആളാണ് അബൂലഹബ്. അബൂലഹബ് ഓൺ ദി സ്പോട്ട് പറഞ്ഞു, തബ്ബൻ ലക്, curse be upon you, നീ നശിച്ചു പോവട്ടെ. ഇതിനാണോ നീ ഞങ്ങൾ അലി ഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്?
നീ നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞ് നബി തങ്ങൾ ആക്ഷേപിച്ചു. നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. അതേപോലെ തന്നെ മറ്റൊരവസരത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അബൂ ലഹബ് കടന്നു വരുന്നുണ്ട്. നബി തങ്ങളോട് ചോദിച്ചു, യാ മുഹമ്മദേ, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇസ്ലാമിൽ എനിക്കുള്ള സ്ഥാനം എന്താ? ചോദ്യം നോക്കണം. എന്നെ സെക്രട്ടറി ആക്കോ, എന്നെ പ്രസിഡന്റ് ആക്കുമെങ്കിൽ ഞാൻ വരാം. അങ്ങനെയാണല്ലോ പുതിയ പുതിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നാണ്. ഒരു സ്ഥലത്ത് സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ മറ്റുള്ള സ്ഥലത്തേക്കുമല്ല ചേക്കേറുക. അവിടെയും കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക്, എവിടെയും കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ പണ്ടുണ്ടായ ആ പഴയ പ്രസ്ഥാനത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാം. ഇതാണ് പൊതുവെ കാണുന്നത്. കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും പുതിയ രാഷ്ട്രീയ പാർട്ടി, അല്ലേ? രാത്രി ഉറങ്ങിയ പ്രവർത്തകന് രാവിലെ എണീക്കുമ്പോൾ തന്റെ നേതാവ് വേറെ ഏതോ പാർട്ടിയിൽ, ഞാൻ വേറെ എവിടെയോ, അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പൊ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ മുഹമ്മദേ, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എനിക്ക് എന്ത് സ്ഥാനമാണ് ഇസ്ലാമിൽ തരിക? നബി തങ്ങൾ പറഞ്ഞു, എല്ലാവർക്കും എന്താ ഉള്ളത് അതേ കൂടുതലൊന്നും തരാൻ പറ്റൂല. ബിലാൽ തങ്ങൾ, മഹാനായ ശുഹൈബ് റൂമി, അതേപോലെയുള്ള സ്വഹാബാക്കളുടെ സ്ഥാനമല്ലാതെ കൂടുതൽ സ്ഥാനം നൽകാൻ പറ്റൂല. ആ കാണുന്ന കാപ്പിരി പയ്യനും ഞാനും ഒന്നിച്ചാണോ? നീ നശിച്ചു പോവട്ടെ, നിന്റെ മതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നബി തങ്ങൾ ചീത്ത പറഞ്ഞു. വേറൊരവസരത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദ്യ ഒരുക്കുന്നുണ്ട്. മക്കക്കാരായ മുതലാളിമാരൊക്കെ കടന്നു വന്നു. അബൂജഹലുണ്ട്, അതിൽ അബൂലഹബുണ്ട്, മറ്റുള്ള നേതാക്കന്മാരൊക്കെയുണ്ട്. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഒരു സദ്യ നിങ്ങൾ ഒരുക്കിയതെന്ന്? അള്ളാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറഞ്ഞു, അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ലെന്നും ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും നിങ്ങൾ വിശ്വസിക്കണേ. ഉടനെ തന്നെ നബി തങ്ങളുടെ പിതൃവ്യനായ, നബി തങ്ങളുടെ മൂത്താപ്പയായ അബൂലഹബ് വീണ്ടും പറഞ്ഞു, തബ്ബലക്, നീ നശിച്ചു പോവട്ടെ മുഹമ്മദേ, നീ തുലഞ്ഞു പോവട്ടെ. അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണോ നീ എന്നെ ഒരുമിച്ച് കൂട്ടിയത്? വീണ്ടും ചീത്ത പറഞ്ഞു. നബി തങ്ങൾ മിണ്ടിയോ? ഒന്നും മിണ്ടിയില്ല. ഇതൊക്കെ കേട്ടപ്പോ അല്ലാഹുവിൻ ഒരു ആയത്തിറക്കി, ഒരു സൂറത്തിറക്കി. നമ്മൾക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു ആയത്ത് അങ്ങോട്ട് ഇറക്കി കൊടുത്തു. എന്താണ് ആയത്ത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ കരങ്ങളും അബൂലഹബും നശിച്ചു പോവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ അബൂലഹബ് ആക്ഷേപിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചാക്ഷേപിച്ചില്ല, തിരിച്ച് ചീത്ത പറഞ്ഞില്ല, തിരിച്ച് കുറ്റപ്പെടുത്തിയില്ല. നേരെ മറിച്ച് നബി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു ഇടപെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ കാർട്ടൂൺ വരക്കുന്നവരുണ്ട്, നബി തങ്ങളുടെ പേരിൽ മോശപ്പെട്ട സിനിമകൾ ഇറക്കുന്നവരുണ്ട്, നബി തങ്ങളുടെ പേരിൽ ഫേക്ക് ഐഡികൾ ഫേസ്ബുക്കിലൂടെ നിർമ്മിച്ച് വേണ്ടാത്ത ഇമേജുകളും വേണ്ടാത്ത കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവരുണ്ട്. യു ഡോണ്ട് മൈൻഡ് ഇറ്റ്, നമ്മളത് മൈൻഡ് ചെയ്യണ്ട. നബി തങ്ങൾ ആക്ഷേപിക്കുമ്പോ അല്ലാഹു ഇടപെടും എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. നബി തങ്ങൾ ചീത്ത പറഞ്ഞില്ല, സ്വഹാബാക്കൾ കുറ്റപ്പെടുത്തിയില്ല, പക്ഷേ അല്ലാഹു ഇവിടെ ഇടപെട്ടു. തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബ് നശിച്ചു പോവട്ടെ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബ് നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അബൂലഹബിന്റെ സമ്പത്തോ അബൂലഹബിന്റെ മക്കളോ അബൂലഹബിന് ഇല്ല. മക്കളും ഉപകരിച്ചില്ല, സമ്പത്തും ഉപകരിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, വിറക് കൊള്ളി ചുമക്കുന്ന അബൂലഹബിന്റെ ഭാര്യയും നശിച്ചു പോവട്ടെ.
അബൂലഹബിന്റെ മക്കൾ, അബൂലഹബിന്റെ മകൻ, അബൂലഹബിന്റെ ഭാര്യ, ഇവരൊക്കെ നശിച്ചു പോവട്ടെ. ആളിക്കത്തുന്ന ശക്തമായ തീയിൽ അബൂലഹബും കുടുംബവും പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല ആകാശലോകങ്ങളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഒരു ആയത്തിറക്കി കൊടുത്തു. ഇവിടെ അത്ഭുതമുണ്ട്. ഖുർആനിന്റെ ഞാൻ ഏറ്റവും അത്ഭുതപ്പെടുന്ന ആയത്ത് ഇതാണ്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ആയത്ത് ഇതാണ്. എന്റെ ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിനെ നശിപ്പിക്കാനും വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ആളാണ് അബൂലഹബ്. എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി. ആ ഒരു അവസരത്തിലാണ് നല്ലൊരു സുവർണാവസരം കയ്യിൽ വീണ് കിട്ടുന്നത്. എന്താണ് സുവർണാവസരം? അബൂലഹബ് ജീവിച്ചിരിക്കുമ്പോഴാ ഈ സൂറത്ത് അല്ലാഹു ഇറക്കുന്നത്. അബൂലഹബിന്റെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോഴാ ഈ സൂറത്ത് അല്ലാഹു ഇറക്കുന്നത്. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ഇസ്ലാമിനെ തകർക്കാനെന്ന താല്പര്യത്തോടെ അബൂലഹബോ അബൂലഹബിന്റെ ഭാര്യയോ അബൂലഹബിന്റെ മകനോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ പരിശുദ്ധ ഇസ്ലാം തകർന്നു പോയേനെ. പരിശുദ്ധമായ ഖുർആനിന്റെ ഇഅ്ജാസ് നഷ്ടപ്പെട്ടേനെ. തിരിഞ്ഞോ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം എങ്ങാനും മനസ്സിലുള്ള വിശ്വാസം കൊണ്ടല്ല, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടി കാത്തിരി നിൽക്കുന്ന അബൂലഹബ് ഈ സൂറത്തിറങ്ങിയ ഉടനെ ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതോടെ ഇസ്ലാം തകരുമായിരുന്നു. തിരിഞ്ഞോ? നമ്മൾ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ഇസ്ലാമിനെ എന്തെങ്കിലും ഒരാൾ അടിക്കാൻ വേണ്ടി അവസരം കിട്ടാണെന്ന് കരുതിക്കോ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവസരം കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തൂലേ? അതേപോലെ അവസരം സുവർണാവസരമാണ്. ഈ ഉടനെ അബൂലഹബ് പോയി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. അബൂലഹബിന്റെ ഭാര്യ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ മുമ്പിൽ മനസ്സുകൊണ്ടല്ല, ശരി നാവ് കൊണ്ട് പറഞ്ഞാൽ മതി. ഉള്ളിൽ വിശ്വസിക്കണമെന്നില്ല. ഇസ്ലാം തകർന്നു. എന്നിട്ട് വരെ ഇങ്ങനെ ഒരു സുവർണാവസരം കയ്യിൽ കിട്ടിയിട്ട് ഇസ്ലാമിനെ തകർക്കാൻ പറ്റിയില്ല. വണ്ടർഫുൾ വൺ. ഇത് വല്ലാത്ത അത്ഭുതമാണ്. ചിന്തിക്കുമ്പോൾ വല്ലാത്ത അത്ഭുതമാണ്. ഇത് ഈ സൂറത്ത് ഖുർആനിന്റെ ഏറ്റവും വലിയൊരു മുഅ്ജിസത്താണോ എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. ഏതത്രത്തോളം ശത്രുത വെച്ച് പുലർത്തുന്നവരാൾ ഈ സൂറത്ത് ഇറങ്ങുമ്പോൾ ആ അവസരം കിട്ടിയല്ലോ, വെറുതെ അങ്ങ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞേക്കാം, അതോടുകൂടി ഇസ്ലാം തകർന്നല്ലോ എന്ന് കരുതി നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ അതോടുകൂടി കാര്യം തീർന്നു. പക്ഷേ ഇതിനു ശേഷം 10 വർഷം ജീവിച്ചു അബൂലഹബ്. പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് പ്രയാസങ്ങൾ നൽകി, ബുദ്ധിമുട്ടുകൾ നൽകിയ ആൾ അവസാനം അല്ലാഹു അയാളെ നശിപ്പിക്കുന്നത് എങ്ങനെ? അബൂലഹബിന്റെ കരങ്ങളും നശിച്ചിരിക്കുന്നു. അബൂലഹബിന്റെ രോഗം വന്ന് ശരീരങ്ങളിൽ നിന്ന് വ്രണങ്ങൾ പൊട്ടി രക്തവും ജലവും ഇറങ്ങി ആളുകൾ അടുത്തു നിന്നില്ല, അടുത്തുപോയില്ല. വടി കൊണ്ടുവന്ന് വലിയൊരു കുഴി കുഴിച്ച് വടി കൊണ്ട് അബൂലഹബിന്റെ ശരീരത്തെ തള്ളി കുഴിയിലിട്ടു. കല്ലുകൾ ദൂരെ നിന്ന് വലിച്ചെറിഞ്ഞു. ഇതൊരു ദാരുണമായ അന്ത്യമാണ്. ആരെ? ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ച ഒരാൾ. ഏരിയൽ ഷാരോൺ, നമ്മൾക്കറിയാം, ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഏരിയൽ ഷാരോൺ. ഏകദേശം 8-10 വർഷങ്ങളോളം കിടപ്പിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ട്യൂബിലൂടെ വർഷങ്ങളോളം കിടന്ന ആളാണ്. ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ച ആളാണ്. ഇത് തന്നെയാ ആരൊക്കെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവരൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഇത് അല്ലാഹു പറഞ്ഞതാണ്. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ. നിങ്ങളെ പരിഹസിക്കാൻ വന്ന ആളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നബിയെ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ നടക്കുകയും ചെയ്യും. ഈ സൂറത്ത് ഇറങ്ങിയപ്പോ ഒരു കല്ലുമായി അബൂലഹബിന്റെ ഭാര്യ ഓടി വന്നു. എന്നിട്ടോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കല്ലുമായി അട്ടഹസിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട് അബൂലഹബിന്റെ ഭാര്യ. സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, കാര്യം വളരെ പ്രശ്നമാണ്.
നല്ല ചൂടിലാണെന്ന് തോന്നുന്നു, അട്ടഹസിച്ചുകൊണ്ടാണ് വരുന്നത്. നിങ്ങളെ കണ്ടാൽ ഇവിടെ കുഴപ്പമാകാൻ സാധ്യതയുണ്ട്. എന്താണ് നബിയെ നമ്മൾ ചെയ്യുക? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞത്, സിദ്ദീഖേ ലൻ തറാനി, അവൾക്ക് എന്നെ കാണാൻ പറ്റൂല. സിദ്ദീഖ് തങ്ങളുണ്ട് ഇവിടെ, നബി തങ്ങൾ ഇരുന്നിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തേക്കാണ് ഓടി വരുന്നത് കല്ലുമായിട്ട് കൊല്ലാൻ വേണ്ടി. സിദ്ദീഖ് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലൻ തറാനി, അവൾക്ക് എന്നെ കാണാനേ പറ്റില്ല സിദ്ദീഖേ. എന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഐന സാഹിബുക്, വേർ ഈസ് യുവർ ഫ്രണ്ട്, നിന്റെ ചങ്ങാതി എവിടെ? ഐന സാഹിബുക്. സിദ്ദീഖ് തങ്ങളൊന്നും മിണ്ടിയില്ല. നിന്റെ ചങ്ങാതി എന്നെ ആക്ഷേപിച്ചു എന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചു, ശരിയാണോ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്റെ ചങ്ങാതി നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ലല്ലോ, എന്റെ ഫ്രണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. അവനോട് പറഞ്ഞേക്ക്, ഞാൻ ഇന്നാലിന്ന ആളുടെ മകളാണ്, എനിക്ക് സമൂഹത്തിൽ ആളാണ്, അതുകൊണ്ട് എന്നെ തൊട്ട് കളിക്കണ്ട എന്ന് പറഞ്ഞേക്ക് എന്ന ഒരു വാക്ക് എന്ന ഒരു വെല്ലുവിളി വിളിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് നിന്ന് പെണ്ണ് പോയി. കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്, വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂൻ. വഇദാ ഖറഅതൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ ഓതുന്ന ആളുകളാണോ? പൊന്നു സഹോദര, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം ഖുർആനും ഇസ്ലാമും പിടിച്ചു നിന്നാൽ പോരാ. സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും ഖുർആനും ഇസ്ലാമും പഠിക്കുന്ന ആളായിരിക്കണം നമ്മൾ. വഇദാ ഖറഅതൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളാണെങ്കിൽ ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ ഹിജാബൻ മസ്തൂറാ. ഖുർആൻ ഓതുന്ന ആളെ ഒരു അമുസ്ലിമായ ഒരു സഹോദരൻ ആക്രമിക്കാൻ കടന്നു വന്നാൽ ജഅൽനാ, നാം അവന്റെയും ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, അന്ത്യനാളിൽ വിശ്വാസമില്ലാത്ത സത്യനിഷേധിയായ ആളുടെയും ആ മനുഷ്യന്റെയും ഇടയിൽ ഹിജാബൻ മസ്തൂറാ, ഒരു കർട്ടൻ, ഒരു വിരി, ഒരു മറ ഞാൻ സൃഷ്ടിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയാൻ. അപ്പൊ നമ്മൾ ഖുർആൻ മുറുകെ പിടിക്കുന്ന ആളാണോ, ഒരാൾക്കും നമ്മൾ ആക്രമിക്കാൻ പറ്റൂല. അതാണ് നേരത്തെ പറഞ്ഞത്, ഇത് നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പരാജയമെന്ന വസ്തുത അറിയുകയേ ഇല്ല. ഇതാ പറഞ്ഞത്, ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ, നല്ല ഒരു കർട്ടൻ, നല്ല ഒരു മറ അവന്റെയും ശത്രുവിന്റെയും ഇടയിൽ ഞാൻ വെക്കും. ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരാണോ, നിങ്ങൾ ആക്രമിക്കാൻ ഒരാൾക്കും പറ്റൂല. അതുകൊണ്ട് ഖുർആൻ മുറുകെ പിടിക്കുക. ഖുർആൻ വിട്ട് കളിയില്ല, ഖുർആൻ വലിച്ചെറിഞ്ഞ് കളിയില്ല. അത് തകരുന്നത് നമ്മളും നമ്മുടെ ഇസ്ലാമുമാണ്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിനെ ഈ പെണ്ണിനെ അവിടെ കാണാൻ സാധിക്കാത്തത്, അല്ലേ? ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അറിയുന്ന സംഭവമാണല്ലോ, അല്ലേ? മദീനയിലേക്ക് പോകുമ്പോൾ അലി തങ്ങളും നബി തങ്ങളും ഒരു വീട്ടിൽ താമസിച്ചു. എന്നിട്ട് വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളായ ആളുകളുടെ അടുത്തേക്ക് ഈ പരിശുദ്ധമായ സൂറത്തു യാസീൻ ഓതി കുറച്ച് മണ്ണെടുത്ത് വലിച്ചെറിഞ്ഞു. അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവരുടെ ഇടയിലൂടെ നബി തങ്ങൾ ഇറങ്ങിപ്പോയി, അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്തേ? ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ സത്യനിഷേധികളായ ആളുകളുടെയും നിങ്ങളുടെയും ഇടയിൽ ഞാനൊരു മറ വെക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്തിന് പേടിക്കണം എന്റെ പൊന്നു സഹോദരന്മാരെ? അതുകൊണ്ട് ഖുർആൻ മുറുകെ പിടിക്കൂ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا.
പുറത്തു നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇവിടെ വന്നിട്ടിരിക്കുക. നിന്നിട്ട് കേൾക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഒന്ന് വന്നിട്ടിരിക്കുക. പുറത്തുള്ള ആളുകളൊക്കെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇവിടെ വരണോ? അല്ലേ? വീട്ടിലിരുന്നു കൂടെ? അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്, അതൊരു അപമര്യാദയാണ്. ഈ വാദല്ല, ഏത് വാദം എവിടെ നടക്കുമ്പോഴും സദസ്സിലിരിക്കാതെ അലഞ്ഞു തിരിയുന്ന ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവാനേ പാടില്ല. അത് നമ്മൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അത് കാരണം കുരുത്തക്കേട് സംഭവിക്കും. അത് വലിയൊരു വിഷയമാണ്. ഇത് ഇൽമിന്റെ മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ബഹുമാനിച്ച സദസ്സാണ്. പ്രത്യേകിച്ചിട്ട് ഖുർആനാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, ഹദീസുകളാണ് ചർച്ച ചെയ്യുന്നത്, അല്ലാതെ നാടൻ വർത്തമാനങ്ങളല്ല. ഈ ഒരു സദസ്സിൽ നമ്മൾ ഒരിക്കലും പുച്ഛിക്കരുത്, ഇതിൽ നമ്മൾ ഒരിക്കലും നിരസിക്കരുത്. നമ്മൾ ഇതിനെ ബഹുമാനിക്കുക, എന്നിട്ടിരിക്കുക. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ലാസ്റ്റ് ആരാണ് മുഅ്മിനീങ്ങൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുഖിറല്ലാഹ്, അല്ലാഹു എന്ന് പറയപ്പെടുമ്പോൾ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടുകിടാ വിറക്കാൻ തുടങ്ങും. അല്ലാഹ് എന്ന് പറയുമ്പോൾ വിറക്കുന്നവർ നമ്മൾക്ക് പറയുണ്ടോ? നമ്മൾക്ക് മാറ്റമുണ്ടോ? എത്ര വഅല് കേട്ടു പറയുന്ന നമ്മൾക്കുണ്ടോ? അല്ല കേൾക്കുന്ന നമ്മൾക്കുണ്ടോ? ആർക്കാണ് മാറ്റമുള്ളത്? ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ആരാണ് എന്നൊരു ഡെഫിനിഷൻ കൊടുക്കാൻ, എന്നൊരു പര്യായം കൊടുക്കാൻ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുഖിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് കിടുകിടാ വിറക്കാൻ തുടങ്ങും. ഇവരെ മുഅ്മിനീങ്ങൾ, ഇവരെ മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളോ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളോ ഓതി കേൾപ്പിക്കുമ്പോൾ സാദതുഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അങ്ങനെ ഒരു ആയത്ത് കേൾക്കുമ്പോഴാണ് ഫുളൈൽ ഇബ്നു ഇയാൽ എന്ന് പറയുന്ന ഒരു മോഷണക്കാരന്റെ ജീവിതത്തിൽ മാറ്റം വന്നത്. വലിയ മോഷ്ടാവായിരുന്നു, വലിയ കള്ളനായിരുന്നു, ഒരു പൈറൈറ്റ്സ് അല്ലെ, കള്ളൻ, വലിയ ഒരു കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു മോഷ്ടാവിന് ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നത് ഖുർആനിന്റെ ഒരു ആയത്ത് കേട്ടപ്പോഴാ. നമ്മൾക്ക് ആ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. വലിയൊരു മോഷ്ടാവാണ്, മതിൽ ചാടി തന്റെ കാമുകിയുടെ അടുത്തേക്കാണെന്നും അഭിപ്രായമുണ്ട്, അതേപോലെ മോഷ്ടിക്കാനാണെന്നും അഭിപ്രായമുണ്ട്. അദ്ദേഹം മതിൽ ചാടി തന്റെ കാമുകിയുടെ അടുത്തേക്ക് വേണ്ടി കടന്നു പോവാൻ. വലിയ കൊള്ള സംഘത്തിന്റെ നേതാവാണ്. ആളുകൾ ആ വഴിയിലൂടെ യാത്ര ചെയ്യാറേ ഇല്ല. രാത്രിയാണോ എങ്കിൽ അല്പം മുമ്പ് ടെന്റ് പാർക്ക് ചെയ്ത് പിറ്റേ ദിവസമാണ് യാത്ര ചെയ്യുന്നത്. അത്രയും വലിയൊരു ക്രൂരനായ കള്ളൻ ഒരു കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി പോവാൻ. അങ്ങനെ പോകുമ്പോ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് വളരെ മനോഹരമായ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കാൻ സാധിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയാൻ, അലം യഅനി ലില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾക്ക് സമയമായിട്ടില്ലേ? നിങ്ങൾക്ക് സമയമായിട്ടില്ല ചെറുപ്പക്കാരാ? ഈ ചോദ്യം നമ്മുടെ മുമ്പിലുമുണ്ട്. ചെറുപ്പക്കാരി, പൊന്നു സഹോദരി, ഈ ചോദ്യം നമ്മുടെ മുമ്പിലുമുണ്ട്. അലം യഅനി, നിനക്ക് സമയമായിട്ടില്ലേ? എന്തിന്? അലം യഅനി ലില്ലദീന ആമനു, സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളായ മുസ്ലിമത്തായ സഹോദര സഹോദരിമാരെ, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു മാറ്റം കൊണ്ടുവരാനുള്ള സമയമായിട്ടില്ലേ? തോന്നിവാസങ്ങൾ വലിച്ചെറിഞ്ഞ് പ്രണയങ്ങളും ചാറ്റിങ്ങും ചീറ്റിങ്ങും വഞ്ചനയും ചതിയും പലിശയും കുടുംബബന്ധം
തകർക്കുന്നതും തോന്നിവാസങ്ങൾ ചെയ്യുന്നതും ആക്രമിക്കുന്നതും അടിക്കുന്നതും ഇടിക്കുന്നതും തൊഴിക്കുന്നതും എല്ലാം വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ സൽപന്താവിലേക്ക് മടങ്ങാനുള്ള സമയം ആയിട്ടില്ലേ? ആരെയാണ് കാത്തിരിക്കുന്നത്? ആരെയാണ് കാത്തിരിക്കുന്നത്? അലം യഅ്നി ലില്ലദീന ആമനൂ. ചെറുപ്പക്കാരാ, കഞ്ചാവിന്റെ അഡിക്റ്റ് ആണോ? പുകവലിയുടെ അഡിക്റ്റ് ആണോ? മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ആണോ? ഞാൻ പറയട്ടെ, കാസർഗോഡ് ജില്ലയിൽ വാല കഴിഞ്ഞ് 1 മണിക്കോ 2 മണിക്കോ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ കാസർഗോഡ് ഹൈവേയുടെ സൈഡിലുള്ള തട്ടുകടയിലുള്ളത് മീശ മുളക്കാത്ത 11 വയസ്സുള്ള കുട്ടികളാണ്. ആ കുട്ടികളുടെ കയ്യിൽ സീസറുണ്ട്, ആ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട്, ടാബുകളുണ്ട്. 12ഉം 13ഉം വയസ്സുള്ള കുട്ടികൾ രാത്രി 1 മണിക്കും 2 മണിക്കും എന്തിനാണ് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത്? ആലോചിക്കേണ്ട വിഷയമല്ലേ? അവർക്ക് ഉപ്പമാരില്ലേ? അവർക്ക് ഉമ്മമാരില്ലേ? ഒരു പക്ഷേ എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ എന്നെ കണ്ടിട്ടുണ്ടാകാനും ഇവിടെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തൊട്ടടുത്ത് ഞാൻ വാല് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോ ഒരു തട്ടുകടയിൽ കയ്യിൽ സ്മോക്ക് ചെയ്യുന്ന സിസർ പിടിച്ചുകൊണ്ട് SSLC പഠിക്കുന്ന +1 പഠിക്കുന്ന മീശ മുളക്കാത്ത പിഞ്ചു കുഞ്ഞിയെ കണ്ടപ്പോ വിഷമം തോന്നി. മോനെ, നിനക്ക് വീടില്ലേ? വീട്ടിലേക്ക് എന്താ പോവാത്തത്? കുട്ടി പറഞ്ഞു, കളിയാണ് കളി. എന്ത് കളിയാണ് 2 മണിക്കുള്ളത്? മാറാനുള്ള സമയമായിട്ടില്ലേ? ചെറുപ്പക്കാരാ, അത് വിട്. ഇനി 25ഉം 30ഉം വയസ്സുള്ള ചെറുപ്പക്കാർ ഇന്നലെ അടക്കം ഞാൻ കണ്ടു, 2 ദിവസം മുമ്പ് വരെ കണ്ടു. ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് രാത്രി 1 മണിക്ക് 4-5 ചെറുപ്പക്കാർ വെറുതെ ഇരുന്ന് സംസാരിക്കുന്നു. എന്താണ് പൊന്നു ചെറുപ്പക്കാരാ അത്രമേലും കാര്യമായി സംസാരിക്കാനുള്ളത്, അത്രമേലും ചർച്ച ചെയ്യാനുള്ളത്? ആരിക്കാടിയുടെയോ കുമ്പോലിന്റെയോ ഭാഗത്തുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറ്റണം എന്റെ പൊന്നു സഹോദര. വളരെ സ്നേഹത്തോടെ പറയാണ്, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സംസാരിക്കാൻ വരെ അനുവാദം ഇസ്ലാം തരുന്നില്ലല്ലോ. സ്വന്തം ഭാര്യയോടല്ലാതെ സ്വന്തം ഭാര്യയോട് സംസാരിക്കാമെന്നാണ്, സ്വന്തം ഭാര്യയോട് സംസാരിക്കാമെന്നാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുന്നൊരു ഭർത്താവിന് ഭാര്യയോട് കുശലാന്വേഷണം നടത്താമെന്നാണ്. അതേപോലെ തന്നെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംസാരവും അനുവദനീയമാണ്. അല്ലാത്ത സംസാരങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പിന്നെയല്ലേ 2 മണി വരെ 1 മണി വരെ വീട്ടിലേക്ക് കടക്കാതെ ബസ് സ്റ്റാൻഡിലും റോഡിന്റെ ഇരുവശങ്ങളിലും ഇരുന്ന് സൊല്ലാനും സൊറ പറയാനും നിനക്ക് അനുവാദം തന്നത് ആരാണ് ചെറുപ്പക്കാരാ? ആരാണ് ചെറുപ്പക്കാരാ? പൊന്ന ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കളൊക്കെയല്ലേ ഇത് കളിക്കുന്നത്? സ്വന്തം വീട്ടിലേക്ക് 12 മണിയായിട്ട് 10 മണിയായിട്ട് വീട്ടിലേക്ക് കടന്നു വരാത്ത മക്കളുടെ മുഖം നോക്കി വീടിന്റെ വാതിൽ കൊട്ടിയടച്ചുകൊണ്ട് നീ എന്റെ മകനല്ല, ഞാൻ പറയുന്നത് പോലെ കേൾക്കുന്നെങ്കിൽ മാത്രമേ എന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള ചെങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ വാക്കുകൾ എന്ത്? ഒരു മകൻ തെറ്റുകാരനായപ്പോ നൂഹ് നബി അലൈഹിസ്സലാം ആ മകനെ കപ്പലിലേക്ക് ക്ഷണിച്ചപ്പോ മകൻ പറഞ്ഞു, സആവി ഇലാ ജബലി യഅസിമുനി, എന്നെ രക്ഷപ്പെടുത്തുന്ന ഏതെങ്കിലും പർവ്വതങ്ങളുടെ ഉച്ചിയിൽ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം, ഉപ്പാ എന്നെ വിളിക്കണ്ട ഉപ്പാ എന്ന് പറഞ്ഞപ്പോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വിഷമമായി. അപ്പോഴേക്കും ഒരു തിരമാല വന്ന് കൊണ്ടുപോയി അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, നീ എനിക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ, എന്റെ കുടുംബക്കാരെ നശിപ്പിക്കില്ലെന്ന ഒരു വാഗ്ദാനം നീ തന്നിട്ടുണ്ടല്ലോ, എന്റെ മകനാണല്ലോ ഇവിടെ മരിച്ചുപോയത്. അപ്പോഴാണ് അള്ളാഹു നൂഹ് നബിയോട് പറയുന്നത്, നൂഹേ, അറിയാത്തത് ചോദിക്കല്ലേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ആ മകൻ നിന്റെ കുടുംബമല്ല, എന്റെ കുടുംബമല്ല എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ വിശ്വസിക്കാത്ത, ഇസ്ലാമിന്റെ തത്വസംഹിതകൾ അനുസരിക്കാത്ത, ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിക്കാത്ത, മാതാപിതാക്കളുടെ കൽപ്പനകൾക്ക് വാക്ക് കേൾക്കാത്ത, കാതോർക്കാത്ത ആ മക്കൾ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിങ്ങളുടെ കുടുംബമേ അല്ല, നമ്മുടെ മക്കളെ അല്ല. ആ മക്കളുടെ മുമ്പിലാണ് വാതിലുകൾ കുട്ടിയടക്കേണ്ടത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് വിഷമം തോന്നിയാലും ശരി, ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, എന്നെ പോലെയുള്ള ആളുകൾക്ക് വാലുള്ളത് കൊണ്ട് രാത്രി ഉറക്കില്ല. അത് ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടാണ്, ശരീരത്തിന്റെ ആരോഗ്യത്തിന് അത് നഷ്ടമാണ്. ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഉറക്ക് 10 മണി മുതൽ 4 മണി വരെയുള്ള ഉറക്ക്, അത് ശരീരത്തിന് അത്യാവശ്യമാണ്. പക്ഷേ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡ്യൂട്ടിയാണുള്ളത്? ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്താണ് ചർച്ച
ചർച്ച ചെയ്യുന്നത് പള്ളിയുടെ സെക്രട്ടറി നിങ്ങളാണോ, പള്ളിയുടെ പ്രസിഡന്റ് ആണോ, നാടിന്റെ ഉത്തരവാദിപ്പെട്ട നേതാക്കളാണോ, രാഷ്ട്രീയ പ്രവർത്തകനാണോ? എന്താണ് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാനുള്ളത്? അതുകൊണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരാ, വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിർത്തണം ആ പണികളൊക്കെ. അമുസ്ലിമീങ്ങളായ ആളുകൾ കൃത്യമായി വീട്ടിൽ കയറി 9 മണിക്ക് കിടന്നുറങ്ങുമ്പോ മുസ്ലിം നാമധാരികളല്ലേ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? അവരല്ലേ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്? അവിടെ നിന്നല്ലേ കഞ്ചാവടിക്കാൻ തുടങ്ങുന്നത്? അവിടെ നിന്നല്ലേ സീസർ വലിക്കാൻ പഠിക്കുന്നത്? അവിടെ നിന്നല്ലേ കള്ളു കുടിക്കാൻ തുടങ്ങുന്നത്? അവിടെ നിന്നല്ലേ പോൺ വീഡിയോകൾ കാണുന്നത്? അവിടെ നിന്നല്ലേ പ്രണയത്തിന്റെ നമ്പറുകൾ കൈമാറുന്നത്? അതുകൊണ്ട് അലം യഅ്നിലില്ലദീന ആമനൂ, സത്യവിശ്വാസികളെ മാറാനുള്ള സമയമായിട്ടില്ലേ? ഇനി എന്നാ മാറാ? ഖിയാമത്ത് നാൾ എടുക്കുമ്പോഴോ, ദജ്ജാൽ വരുമ്പോഴോ, മരിക്കുമ്പോഴോ? അതുകൊണ്ട് മാറ്. ഇന്നൊരു ചേഞ്ച്, ഒരു മാറ്റം ഉണ്ടായിക്കട്ടെ. എന്തിനാണ് വെറുതെ ഉറക്ക കളയുന്നത്? ഒന്ന് ഉറങ്ങിക്കൂടെ? രാവിലെ എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചൂടെ? അതൊക്കെ ആഖിറത്തിലേക്ക് പോവേണ്ടേ? മരിച്ചു പോവേണ്ട തടിയല്ലേ ഇതൊക്കെ? ഒരു 40 വയസ്സാകുമ്പോൾ കൈയും കാലും ഒടിഞ്ഞ എല്ലാം പോയില്ലേ? അതുകൊണ്ട് പൊന്നു ചെറുപ്പക്കാര, ഇതൊക്കെ നിർത്ത്. അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, അല്ലാഹുവിലേക്ക് മടങ്ങാനും അല്ലാഹുവിനെ പേടിക്കാനുമുള്ള സമയം നിങ്ങൾക്കായിട്ടില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. ഈ ആയത്ത് കേട്ടപ്പോഴാ ഫുളൈൽ ഇബ്നു ഇയാൽ റഹിമഹുല്ലാഹ് അപ്പുറത്തുള്ള വീട്ടിലേക്ക് മതിൽ ചാടി കിടക്കുമ്പോഴാണ് അവിടെ ഏതോ ഒരു പെണ്ണ് വളരെ മനോഹരമായി ഓതുന്നത്. വറത്തിലിൽ ഖുർആന തർതീലാ, വറത്തിലിൽ ഖുർആന തർതീലാ. ഖുർആൻ വളരെ മനോഹരമായി ഓതാൻ പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഓതിക്കൂടെ? അങ്ങനെ ഓതുമ്പോ ഇയാൾക്കൊരു മാറ്റം വന്നു. ഈ ആയത്ത് കേട്ടപ്പോഴേക്കും കൊള്ളത്തലവനായ ഫുളൈൽ ഇബ്നു ഇയാൽ പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ, വഖദ് ആൻ, സമയമായിട്ടുണ്ട്, മാറാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ മാറാൻ. എന്റെ എല്ലാ കുറ്റങ്ങളും ഞാൻ വലിച്ചെറിയാൻ, തോന്നിവാസങ്ങൾ ഇവിടെ ഒഴിവാക്കുകയാണ്, നന്മയിലേക്ക് ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് നന്മയുടെ പാന്താവിൽ കയറി ലോകം കണ്ട സൂക്ഷ്മതയുള്ള തഖ്വയുള്ള പണ്ഡിതനായി മാറി. ഇതിന് പകരം ഒരുപാട് വർഷം ഹറമിൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അവിടെ ജീവിച്ചു. ഒരുപാട് വർഷം ലോകം കണ്ട സൂഫി വര്യനും വലിയ പണ്ഡിതനുമായി മാറി മഹാനായ ഫുളൈൽ ഇബ്നു ഇയാൽ. നമ്മൾക്ക് മാറ്റമുണ്ടോ? ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ മാറ്റം വരണം. മാറ്റമില്ല. എവിടെയോ ഒരു ഫാൾട്ട്, എവിടെയോ ഒരു പിഴവ് നമ്മൾക്ക് പറ്റിയിട്ടുണ്ട്. അമുസ്ലിമീങ്ങളായ ആളുകൾ വരെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ ആളുകൾ. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തിന്റെ കാലിക പ്രസക്തിയുള്ള ഒരു ആയത്താണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر. اقتربت الساعة, ഖിയാമത്ത് നാൾ അടുത്തു. വൻഷഖൽ ഖമർ, ചന്ദ്രൻ 2 പിളർപ്പായി 2 കഷ്ണമായി പിളർന്നിട്ടുണ്ട്. നമ്മൾ കണ്ടോ? ഇല്ല അല്ലേ? മഹാനായ മാലിക് ദിനാറിൽ കിടക്കുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഈ ദൃശ്യം കണ്ട സ്വഹാബികളിൽ പെട്ടവരാണ് എന്ന് മഹാനായ നമ്മുടെ ത്വാഖ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ത്വാഖ ഉസ്താദൊക്കെ വലിയ മഹാനാണ്. നമ്മൾക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. രഹസ്യങ്ങൾ അറിയുന്ന വലിയൊരു മഹാനാണ് നമ്മുടെ ത്വാഖ ഉസ്താദൊക്കെ. ത്വാഖ ഉസ്താദ് പറഞ്ഞു, അവിടെയുള്ള മാലിക് ദിനാറിൽ കിടക്കുന്നത് സ്വഹാബിയാണ്. ആ സ്വഹാബി ഈ ചന്ദ്രൻ 2 പിളർപ്പായി കിടക്കുന്നത് കണ്ണുകൊണ്ട് കണ്ട സ്വഹാബിയാണ് എന്ന് മഹാനായ ത്വാഖ ഉസ്താദ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, മക്ക മുശ്രിക്കീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ പച്ച നുണയാണ്, നിങ്ങൾ പറയുന്നത് കള്ളമാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന ചന്ദ്രനെ, അമ്പിളി മാമനെ 2 പിളർപ്പായി ഞങ്ങൾക്ക് കാണിച്ചു തരണം. നിങ്ങൾക്ക് പറ്റോ? നബിയല്ലേ, മുഅ്ജിസത്തല്ലേ, നബി തങ്ങൾ കാണിച്ചു കൊടുത്തു. വിശ്വസിച്ചോ? ഇല്ല.
വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ മതി. അവർ ഇനി എന്ത് കണ്ടാലും അള്ളാഹു തന്നെ ഭൂമിയിൽ ഇറങ്ങിയാലും അവർ വിശ്വസിക്കൂല. വിശ്വസിക്കേണ്ട ആളുകൾക്ക് ചെറിയ ചെറിയ മൈന്യൂട്ട് പോയിന്റ് മതി. അല്ലേ? നമ്മൾക്ക് തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അള്ളാഹു ഒരു കാര്യവും ഇവിടെ വെറുതെയാക്കുന്നില്ല. ഒരു കാര്യവും അള്ളാഹു ഇവിടെ, അല്ലേ? ഞാൻ വേല കഴിഞ്ഞ് വരുമ്പോ ഒരു തട്ടുകടയിൽ ഇയർഫോണും വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, പഠിച്ചവനെ ചെവിയിൽ ഇയർഫോൺ ആണല്ലോ. എൻ്റെ കൂടെയുള്ള ആള് പറഞ്ഞു, ഖിറാഅത്ത് കേൾക്കായിരിക്കും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ കരുതാലോ അല്ലേ ചെറുപ്പക്കാരെ? അങ്ങനെ കരുതാലോ. ഹെഡ്ഫോൺ വെച്ച് പോകുന്ന ആളുകളെ കാണുമ്പോ വേല കേൾക്കുകയായിരിക്കും, അതേപോലെ ഖിറാഅത്ത് കേൾക്കുകയായിരിക്കുമെന്ന് ഞാൻ കരുതട്ടെ, കുഴപ്പമില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, വഇദാ ലഹറത്തിൽ മആസിഫു അലാ റൂസിഹിം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, വഇദാ ലഹറൽ മആസിഫു അലാ റൂസിഹിം, അവരുടെ തലയിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാണാൻ തുടങ്ങിയാൽ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഹെഡ്ഫോൺ തലയിൽ വെച്ച് നടക്കുന്ന ആളുകൾ, അല്ലെ? ആരോടോ സംസാരിക്കുകയാണ്. ഞങ്ങളിപ്പോ ഇവർക്ക് എന്ത് ഭ്രാന്താണോ? അല്ല, നോക്കുമ്പോ ബ്ലൂടൂത്ത് ഇയർഫോൺ ആണ് ചെവിയിൽ, വേറില്ല. വയർലെസ് ഇയർഫോൺ, വയറുള്ള ഹെഡ്ഫോൺസ്, ഇതൊക്കെ വെച്ച് ആടിപ്പാടി നടക്കുന്ന ആളുകൾ. നിങ്ങളുടെ ആ മ്യൂസിക്കുകളൊക്കെ മാറ്റി പൊന്നു സഹോദര, അവിടെ കേൾക്കുന്നത് ഖുർആനാക്ക്, ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അവിടെ കേൾക്കുന്നത് വാലകളാക്ക്, ഒരു പരിവർത്തനം ഉണ്ടാവട്ടെ. ഈ മ്യൂസിക്കുകൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് വ്യഭിചാരത്തിലേക്കാണ്, നിങ്ങളെ കൊണ്ടുപോകുന്നത് നാശത്തിലേക്കാണ്. അതുകൊണ്ട് ഫ്രം ടുഡേ, ഇന്നു മുതലൊരു മാറ്റം വന്നുകൂടെ? ഇന്നു മുതലൊരു ചേഞ്ച് വന്നുകൂടെ? അലംയഅനി, മാറാനുള്ള സമയമായിട്ടില്ലേ? ആ മ്യൂസിക് കേട്ട് നമ്മൾ മരിച്ചു പോയാൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ പോകുന്നത് നരകത്തിലേക്കല്ലേ? മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എൻ്റെ അഭിവന്ദനായ ഉസ്താദാണ്. എൻ്റെ നിക്കാഹ് കഴിച്ചു തന്നതും ഉസ്താദാണ്. എങ്ങനെയാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്? അതിന്റെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സമയമല്ലേ ഇത്? ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ അധികരിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴല്ല അയാൾ മഹാനാണോ അല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, അവരുടെ മരണം കാണുമ്പോൾ നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റും. എന്തേ? മൻ കാന ആഖിറു കലാമിഹി, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അയാൾ പോകുന്നത് സ്വർഗ്ഗത്തിലേക്കാണെന്ന് ശഫീഉന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു. ഞാൻ വെള്ളം കുടിക്കുന്നില്ല എന്നാ വിചാരിച്ചത്. എന്താ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മൈക്ക്. വെള്ളം കുടിക്കുമ്പോൾ കരുതാ മൈക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ വെള്ളം കുടിക്കാൻ. അങ്ങനെ കുടിക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് ഇപ്പൊ വെള്ളം കൊണ്ടുവന്നു. ഇൻഷാ അല്ലാഹ് ഉഷാറായിട്ടുണ്ട് മൈക്ക്, ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് മഹാനായ ശൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, കർമ്മശാസ്ത്രത്തിന്റെ അവസാന വാക്ക് മരണത്തെ മുൻകൂട്ടി കണ്ടു മരിച്ചു പോയതാണ്, അല്ലേ? ഈ വർഷം ദാറുൽ ഹുദയിൽ റമദാൻ മാസം കഴിഞ്ഞ് ടൈം ടേബിൾ തയ്യാറാക്കാറുണ്ട്. അത് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് KC മുഹമ്മദ് ബാഖവി എന്ന ഉസ്താദാണ്. ഉസ്താദിനോട് ഈ വർഷം ചോദിച്ചു, എൻ്റെ വിഷയം എന്താ, ഞാൻ ഏതാണ് ഈ വർഷം വിഷയം എടുക്കേണ്ടത്? ഉസ്താദ് പറഞ്ഞു, പതിവ് പോലെ 12ാം ക്ലാസ്സിൽ തുഹ്ഫയാണ്, 11ൽ മഹല്ലിയാണ്. അപ്പോൾ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, തുഹ്ഫ അവിടെ ഇരിക്കട്ടെ, അത് ഞാൻ എടുക്കാം. 11ാം ക്ലാസ്സിലുള്ള മഹല്ലി മാറ്റി എനിക്കൊരു ഹദീസിന്റെ ഗ്രന്ഥം തരണം. അപ്പോഴേക്കും KC ഉസ്താദ് പറഞ്ഞു, അല്ല ഉസ്താദെ, ഹദീസിന്റെ ഗ്രന്ഥം നമ്മളൊക്കെ എടുത്താൽ പോരെ, ഫിഖ് അല്ലേ നിങ്ങളല്ലേ എടുക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, എൻ്റെ മശായിഖന്മാർ എന്നോട് പറഞ്ഞത് ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഹദീസുമായി ബന്ധപ്പെട്ട് കിടക്കണമെന്ന് എൻ്റെ മശായിഖന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹല്ലി ഒഴിവാക്കി സ്വഹീഹ് മുസ്ലിം എടുക്കാൻ തുടങ്ങി. മരണത്തിന്റെ മുമ്പ് തന്റെ വീട്ടിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളുടെ ശേഖരണങ്ങൾ
എല്ലാം കൊണ്ടുപോയി ദാറുൽ ഹുദയെ ഏൽപ്പിച്ചു, ദാറുൽ ഹുദയുടെ ലൈബ്രറിയിൽ ഏൽപ്പിച്ചു. ഇതൊക്കെ മരണം മുൻകണ്ടത് കൊണ്ടല്ലേ, ഇതിനു മുമ്പ് ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ 2 മക്കളും ഗൾഫിലാണ്, ഉസ്താദുമാരല്ല, മൗലവിമാരല്ല. അതുകൊണ്ട് എനിക്കിന് നേട്ടമില്ല, എന്റെ മക്കൾക്ക് ഇതുകൊണ്ട് ഉപകാരമില്ല എന്നറിഞ്ഞപ്പോ മരണത്തിന് മുമ്പ് തന്റെ ലൈബ്രറികളെല്ലാം ദാറുൽ ഹുദയിൽ ഏൽപ്പിച്ചു. ഇവർ അവസാനം ഹജ്ജിന് പോയപ്പോ മുസ്തഫ ഹുദവി ആഖോടിനോട് പറഞ്ഞു, ഇനി ഒരു പ്രാവശ്യം ഞാൻ ഹജ്ജിന് വരുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മരണത്തെ മുൻകൂട്ടി കണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹു ദറജ അധികരിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ നമ്മൾക്ക് മരിച്ചു പോവണ്ടേ? അങ്ങനെ പൊന്നു ചെറുപ്പക്കാരെ നമ്മൾക്ക് മരിച്ചു പോവണ്ടേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സംസാരങ്ങൾ പെരുപ്പിക്കുന്ന ആളുകൾക്കും ഇത് കഴിയൂല. കുമ്പോൾ ഒരു പരിപാടിക്ക് ഉസ്താദിന്റെ ഖാദിമായി ഞാൻ വന്നിട്ടുണ്ട്. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ട്രെയിനിൽ കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെ ദിക്ർ ചൊല്ലി, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, നിന്റെ നാവ് ദിക്ർ ചൊല്ലിക്കൊണ്ട് നനഞ്ഞുകൊണ്ടേയിരിക്കണേ. അല്ലാതെ ചുയിങ്ങം ചായച്ചിട്ടോ ബൂമർ ജെല്ലി ചായച്ചിട്ടോ അല്ല, മധു ചായച്ചിട്ടല്ല, പാസ്പാസോ പാമ്പറേഗോ അതേപോലെ തന്നെ തുമ്മാനോ ചായച്ചിട്ടല്ല നാവിനെ നനപ്പിക്കേണ്ടത്. എങ്ങനെയാണ്? ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, പൊന്നു സഹോദരാ, ദിക്ർ ചൊല്ലി നിന്റെ നാവുകൾ നനയട്ടെ, നാവുകൾ നനയട്ടെ. ഇന്നത്തെ ഒരു വാല് കൊണ്ടൊരു ഉപകാരം, ഇന്ന് മുതൽ ഒരു 100 അസ്തഗ്ഫിറുല്ലാഹൽ അലീം എല്ലാ ദിവസവും ചൊല്ലിക്കൂടെ? ഒരു 100 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചെല്ലാൻ 5 മിനിറ്റ് മതിയല്ലോ. ചൊല്ലിക്കൂടെ പൊന്നു ചെറുപ്പക്കാരാ? ആയിരക്കണക്കിന്, 100 കണക്കിന് 10 മടങ്ങ് തെറ്റുകൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ദോഷങ്ങൾ പൊറുക്കാൻ അതൊരു കാരണമാകുമല്ലോ. ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ലഭിക്കാൻ ഇത് കാരണമാകും. മക്കളില്ലാത്ത ആളുകൾക്ക് മക്കളെ ലഭിക്കാനും ഇത് കാരണമാകും. മഴയില്ലെങ്കിൽ മഴ ലഭിക്കാനും ഇത് കാരണമാകും. ചൊല്ലൂ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഒരു 100 ദിവസം, ഒരു ദിവസം 100 തവണ ചെല്ലണം. എൻ്റെ പൊന്ന് ചെറുപ്പക്കാരാ, എൻ്റെ പൊന്ന് രക്ഷിതാക്കളെ, സഹോദരികളെ, സഹോദരന്മാരെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ ചെല്ലിയാലേ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റൂ. ശംസുൽ ഉലമ മരിച്ചത് എങ്ങനെ? സുബ്ഹി ബാങ്ക് വിളിച്ചു, അവസാനം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ജവാബ് ചൊല്ലി ശംസുൽ ഉലമ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയില്ലേ? ഇവര് ഹദ്ദാദ് ചൊല്ലിയവരല്ലേ? ഇവര് മൻഖൂസ് മൗലീദ് പാരായണം ചെയ്തവരല്ലേ? ഇവര് മുഹയ്യിദ്ദീൻ മാല പാരായണം ചെയ്തവരല്ലേ? ഇവരെല്ലാം എന്നിട്ടല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു പോയത്? എന്നാൽ മറുഭാഗത്തുള്ള ആളുകൾ ശിർക്കും കുഫ്റുമാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളെ ഇങ്ങനെ മരിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഏതാണ് സത്യം, എവിടെയാണ് സത്യം എന്ന് തിരിച്ചറിയാൻ ഇതുപോലെ പൊന്നു സഹോദരാ, ഇതുപോലെ പോരെ? ഇതിനേക്കാളും വലിയ തെളിവ് വേണോ? ഇങ്ങനെ മരിച്ചു പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞത്, കാറ്റ് സ്റ്റീവൻ എന്ന് പറയുന്ന ഒരു പോപ്പ് ഗായകൻ, ആ മ്യൂസിക്കിൽ നിന്നാണ് അങ്ങോട്ടേക്ക് എത്തിയത്. പാട്ട് വെച്ച് നടക്കല്ല, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ആ പാട്ടിന് പകരം ഖിറാഅത്തും വഅലുമാക്കി നമ്മൾ മാറ്റുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പൊന്നു ചെറുപ്പക്കാര, ഉറങ്ങാൻ കിടക്കുമ്പോൾ പാട്ട് വെച്ച് ദയവ് ചെയ്ത് ഉറങ്ങല്ല. കാറിൽ യാത്ര ചെയ്യുമ്പോൾ മ്യൂസിക്കുള്ള പാട്ടുകൾ വെച്ച് പോവല്ല. ആക്സിഡന്റുകൾ ഇന്ന് നാഴികക്ക് 40 വട്ടം കേൾക്കുന്ന വാർത്ത ആക്സിഡന്റിനെ കുറിച്ചാണ്. ആക്സിഡന്റ് സർവ്വസാധാരണയായി മാറി. ബൈക്കുകാരനും കാറുകാരനും എല്ലാ വാഹനങ്ങളും ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നീ മരിക്കുന്നത് മ്യൂസിക് കേട്ടിട്ടാണെങ്കിൽ പൊന്നു ചെറുപ്പക്കാരാ, എങ്ങനെ നമ്മൾക്ക് നാളെ രക്ഷപ്പെടാൻ പറ്റും? ആലോചിച്ചുകൂടെ? ആലോചിച്ചുകൂടെ? മ്യൂസിക്കും വെച്ച് നീ വളരെ സ്പീഡിൽ പോയി നിന്റെ ബാലൻസ് തെറ്റി നീ ഏതെങ്കിലും വണ്ടിയുമായി ഇടിക്കുകയും മെരിക്കുകയും ചെയ്താൽ നിന്റെ അവസാനത്തെ പ്രവർത്തനം ഹറാമല്ലേ? ഇന്നമൽ അഅമാലു ബിഖവാതിമിഹ. ഒരാൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ലാസ്റ്റ് മൊമെന്റ് നോക്കിയിട്ടാണ്, അവസാന നിമിഷം നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖിറാഅത്തിലേക്കും ദിക്റിലേക്കും വഅലിലേക്കും മടങ്ങ്. തോന്നിവാസങ്ങളൊക്കെ നിർത്തിവെക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാറ്റ് സ്റ്റീവൻ 1970 അദ്ദേഹം ഡെൻമാർക്കിലേക്കോ സ്ഥലം എനിക്ക് ഷാർപ്പ് ഓർമ്മയില്ല, രാജ്യത്തേക്ക് പോയപ്പോ ബാങ്കിന്റെ വിളി അദ്ദേഹത്തിന് കേട്ടു. ബാങ്ക് കൊടുക്കുന്ന ശബ്ദം കേട്ടു. അയാൾ ചോദിച്ചു, ഇതെന്താണ്?
അദ്ദേഹം ആകെ ഒരു മ്യൂസിക്കും പോപ്പും റോക്ക് സ്റ്റാറും ഇങ്ങനെയുള്ള മ്യൂസിക്കുകളല്ലാതെ ബാങ്ക് കേട്ടിട്ടേ ഇല്ല. ജർമ്മനിയാണെന്ന് തോന്നുന്നു, അവർ ഡെൻമാർക്കോ ജർമ്മനിയോ അവിടെ പോയപ്പോഴാ ഇങ്ങനെയുള്ളൊരു ബാങ്ക് കേൾക്കുന്നത്. ആ ബാങ്ക് കേട്ടപ്പോൾ ഇയാൾ ചോദിച്ചു, വാട്ട് ഇസ് ദിസ്, എന്താണ്? അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു മ്യൂസിക് ഫോർ ഗോഡ്, ദൈവത്തിന്റെ മ്യൂസിക്. ദൈവത്തിന്റെ മ്യൂസിക് ആണത്. പോപ്പ് ഗായകന്മാരോട് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, ഓരോ ആളുകളുടെ ലെവൽ വെച്ചിട്ടല്ലേ പറയാൻ പറ്റൂ. ഇദ്ദേഹം മ്യൂസിക്കുകാരനാണ്, പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇദ്ദേഹത്തോട് പറഞ്ഞു മ്യൂസിക് ഫോർ ഗോഡ്, ദൈവത്തിന്റെ മ്യൂസിക് ആണ്. അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, പടച്ചവനെ, ഈസ് ദ മ്യൂസിക് ഫോർ ഗോഡ്, ദൈവത്തിന് മ്യൂസിക് ഉണ്ടോ? ദൈവത്തിനൊരു മ്യൂസിക്കോ? എന്തൊക്കെയോ മ്യൂസിക് കേട്ടിട്ടുണ്ട്, ദൈവത്തിന് മ്യൂസിക്കോ? അന്ന് അയാളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരാൻ തുടങ്ങിയെന്ന. പിന്നെ അദ്ദേഹം 1977 കുളിക്കാൻ വേണ്ടി കാലിഫോർണിയ എന്ന സ്ഥലത്തുള്ള ബീച്ചിലേക്കോ അല്ലേതോ കുളത്തിലേക്കോ പോയി. അങ്ങനെ കുളിക്കുമ്പോഴാണ് പെട്ടെന്ന് മുങ്ങിപ്പോകുന്നത്. അല്ലെ കടലിലാണെങ്കിൽ എന്തോ, എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഓർമ്മയില്ല, കടലിന്റെ തിരമാലയെ വലിച്ചുകൊണ്ട് എന്തോ ഒന്ന് മുങ്ങാൻ പോവാണ്. ഏതായാലും അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഓ മൈ ഗോഡ്, എന്റെ റബ്ബേ. അയാളൊരു മുസ്ലിമാണ്. അയാള് യേശുവിനെ വിളിച്ചില്ല, ആരെയും വിളിച്ചില്ല. ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, ഇഫ് യു സേവ് മീ, നീ എന്നെ ഈ ഒരു ആപത്തിൽ നിന്ന്, ഈ ഒരു മുസീബത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ, ഐ വിൽ സെർവ് യു, ഞാൻ നിനക്ക് വേണ്ടി ഖാദിമായി ജീവിച്ചോളാം, നിന്റെ സെർവന്റായി, നിന്റെ മതത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാം എന്നയാൾ ഒരു വാഗ്ദാനം മരിക്കുന്ന സമയത്ത് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് ആക്കട്ടെ. ഇഷ്ടമാണ് നിങ്ങൾക്ക്? ഇഷ്ടമാണോ? എൻ്റെതല്ലേ? സംഘാടകർ വളരെ മനോഹരമായൊരു പരിപാടിയാണ്, ഒരു കടലാസ് എന്ന് പറയും, വളരെ മനോഹരമായൊരു പരിപാടിയാണ്. പിന്നെ ഈ പരിശുദ്ധമായ ഖുർആന് ഹിഫ്ളൊക്കെ നടത്തി അവരെ ആദരിച്ച് മഹത്തായ പരിപാടിയിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കണമെന്നൊരു ആഗ്രഹം ഇവരുടെ മനസ്സിലുണ്ട്. അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പാണ് എനിക്ക്. കാരണം എന്തേ, ഇവിടെ നടക്കുന്നത് വളരെ മനോഹരമായ കാര്യമാണ്. ഈ സദസ്സ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു റാഹത്ത് തോന്നാണ്, അല്ലേ? എന്തോ ഒരു റാഹത്ത് തോന്നാണ്. ഹിഫ്ളും ഖുർആനും നടന്ന ഒരു പരിപാടി നടന്ന അള്ളാഹുവിന്റെ മാലാഖമാർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഒരു സദസ്സിൽ നല്ല ഒരു തുക നല്ല നിയത്തോടെ ഇൻഷാ അല്ലാഹ് ബക്കറ്റിലിട്ട് കൊടുക്ക്. സംഘാടകർ വരുമ്പോൾ ഇനി എണീറ്റ് പോവല്ലേ, പിരിവിന്റെ കാര്യം പറയുമ്പോൾ എണീറ്റ് പോവല്ലാരും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൈന്നെങ്കിലും കൊടുക്കുന്ന നല്ലൊരു തുക, അല്ലാതെ ആരും നിർബന്ധിക്കല്ല. നമ്മളാൽ കഴിയുന്ന ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം ചെയ്യുന്ന പോക്കറ്റൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഉദ്ഘാടനം ചെയ്യാതായാലും ഇൻഷാ അല്ലാഹ് ഉണ്ട് കേട്ടോ, പാവങ്ങളെ സഹായിക്കുന്ന ഒരു പരിപാടിയാണല്ലേ ഏതായാലും. കുറേ ഉണ്ടല്ലോ പൈസ. ഇൻഷാ അല്ലാഹ് സലാം ഉണ്ട്. ബക്കറ്റ് ഇടുന്നില്ല അങ്ങനെ ഇത് നിങ്ങൾ തരാ സംഘാടകർക്ക് വേണ്ടിയല്ലേ? നിങ്ങൾ തരല്ലേ ഇത്? ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതായാലും ഞാനും ഇങ്ങോട്ട് വരാൻ നല്ലൊരു തുക ഇട്ട് കൊടുക്കുക എല്ലാവരും. ഇൻഷാ അല്ലാഹ് പറ്റൂലേ? നല്ലൊരു തുക, നമ്മളാൽ കഴിയുന്ന നല്ലൊരു തുക ഇട്ട് കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആ സഹോദരൻ ആദ്യമായി 500 രൂപ ഇവിടെ ഏൽപ്പിച്ചു. അള്ളാഹു ആ സഹോദരന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ആ സഹോദരന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. എന്ത് ജോലിയാണോ, എന്ത് കാര്യത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വാലിഹായി ജീവിച്ച് നല്ല ഈമാനോടുകൂടി മരിക്കാൻ ആ ചെറുപ്പക്കാരൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പൊന്നു ചെറുപ്പക്കാരാ, നിങ്ങൾക്കും ഈ ദുആ ഉണ്ട്, നല്ലൊരു തുക ഇട്ട് കൊടുക്ക്. അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല താല്പര്യത്തോട് ഇങ്ങോട്ട് വന്നിട്ട് തന്നതാണ്, അതൊരു ഈമാനിന്റെ ലക്ഷണമാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അയാൾ ചോദിച്ചു, മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന അയാൾ പറഞ്ഞു, ഓ മൈ ഗോഡ്, എന്റെ റബ്ബേ, ഇഫ് യു സേവ് മീ ഐ വിൽ സെർവ് യു. നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ നിനക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു തിരമാല വന്നു, അദ്ദേഹത്തെ കരക്കടിച്ചു. അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ്. അദ്ദേഹം രക്ഷപ്പെട്ടപ്പോ പെട്ടെന്ന് അവിടെ എണീറ്റ് പോയി. പിന്നെ മതങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പഠിച്ചപ്പോ ഇസ്ലാമാണ് സത്യത്തിന്റെ മതം, ഇസ്ലാമിലാണ് സത്യമുള്ളത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ഇസ്ലാമിലേക്ക് ചേക്കേറുകയും ആ കാറ്റ് സ്റ്റീവൻ എന്ന് പറയുന്ന പോപ്പ് ഗായകൻ യൂസുഫുൽ ഇസ്ലാം എന്നൊരു പേര് സ്വീകരിച്ച് ഇന്നും പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം യൂസുഫ് എന്ന ഒരു പേര് സ്വീകരിക്കാൻ കാരണം തന്നെ പരിശുദ്ധമായ സൂറത്ത് യൂസുഫാണ്.
അദ്ദേഹത്തിന് ഏറ്റവും ആകർഷണീയമായി തോന്നിയത് സൂറത്ത് യൂസുഫാൻ. ചെറുപ്പക്കാരാ, ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിന്തിരിപ്പിക്കാനും വ്യഭിചാരത്തിലേക്കും വേണ്ടി അവിടെയുള്ള രാജ്ഞി ക്ഷണിച്ചപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നൊരു വാക്കുണ്ട്, وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോ പറഞ്ഞു, പേടിയാണ്, ഞാനില്ല തോന്നിവാസത്തിന്. ഇത് നമ്മൾക്കും ചെയ്യാം. പൊന്നു സഹോദരി, സ്കൂളിലേക്ക് പഠിക്കാൻ പോകുമ്പോ ബൈക്കിലും കാറിലും റോഡിന്റെ സൈഡിലൊക്കെ നമ്പർ തരാൻ ഒരുപാട് കാമുകന്മാർ, ഒരുപാട് പൂവാലന്മാർ കാത്തിരിക്കും. സ്കൂളിലേക്ക് പോകുന്ന സമയം നോക്കി എല്ലാ ദിവസവും റോഡിന്റെ സൈഡിൽ വരും. അപ്പോൾ നീ അത് നമ്പർ സ്വീകരിക്കാൻ നിന്നോടൊന്ന് ചിരിക്കുമ്പോ നീ പറയ്, എന്റെ അടുത്തേക്ക് വരല്ല, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്ന പെണ്ണാണ്. പിന്നെ അയാൾ വരൂല, പിന്നെ ശല്യപ്പെടുത്തൂല. നീ പുഞ്ചിരിക്കുമ്പോ തിരിച്ചങ്ങോട്ട് പുഞ്ചിരിക്കാൻ നിൽക്കണ്ട, ഹായ് എന്ന് പറയുമ്പോ ഹലോ എന്ന് പറയാൻ നിൽക്കണ്ട. ഇത് കണ്ടപ്പോ ഇയാൾക്ക് വല്ലാതെ അട്രാക്റ്റീവായി. അങ്ങനെ സൂറത്ത് യൂസുഫ് എന്ന സൂറത്തിന്റെ പേര് അദ്ദേഹം സ്വീകരിച്ചു, യൂസുഫുൽ ഇസ്ലാം. അങ്ങനെ മുസ്ലിമായി. അങ്ങനെ പരിശുദ്ധമായ സൂറത്തും പരിശുദ്ധമായ ഖുർആനൊക്കെ ആളുകൾ കേൾക്കുമ്പോൾ അങ്ങോട്ട് വശീകരിച്ച് അങ്ങോട്ട് പോവാൻ, ആളുകൾ അത് വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യാൻ. നമ്മുടെ സമയം തീർന്നു വരാൻ ഞാൻ നിർത്തുന്നു. അതിനു മുമ്പ് അല്പം ചില കാര്യങ്ങൾ കൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്താണ്. സൂറത്തു യാസീനിലെ തുക്തബ് സൂറത്തുൽ ഇഖ്ലാസ് ബിസഅഫറാൻ, കുങ്കുമത്തിൽ ഇഖ്ലാസ് സൂറത്ത് എഴുതി ഫി ഇനാഇൻ, ഒരു പാത്രത്തിൽ എഴുതുക. സൂറത്തുൽ ഇഖ്ലാസ് കുങ്കുമത്തിൽ ഒരു പാത്രത്തിൽ എഴുതി അങ്ങനെ അത് ഉണങ്ങിയതിന് ശേഷം തുംഹ ബിമാഇ സംസം, സംസം വെള്ളത്തിൽ അത് കുടിക്കുകയും മായ്ക്കുകയും എന്നിട്ട് വഇശ്റബു, അത് കുടിക്കുകയും ചെയ്താൽ രോഗിക്ക് ശിഫാ ലഭിക്കുമെന്നാണ്. ഈ ഒരു വിഷയം ഞാനൊരു സ്ഥലത്ത് വാൽ പറഞ്ഞപ്പോ പിറ്റേ 2 ദിവസത്തെ വാലാണ്. എന്നോട് ചില ആളുകൾ ചോദിച്ചു, അതിന് തെളിവുണ്ടോ? നമ്മൾ തെളിവില്ലാത്തൊരു കാര്യവും പറയാറില്ല. ഒന്നുകിൽ ഏതെങ്കിലും തഫ്സീറിന്റെ ഗ്രന്ഥം, ഇത് ഖുർത്തുബിയിലൊക്കെ പറയുന്ന കാര്യമാണിത്. അതേപോലെ സാദുൽ മആദ് എന്ന് പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ബിദ്അത്തിന്റെ അതിപ്രസരണം കാരണം ഇന്നിത് നടക്കാറില്ല. ഗർഭിണികളായ സഹോദരിമാർക്ക് സൂറത്തുൽ ഇൻശിഖാഖ് എഴുതി കൊടുത്ത് കുടിപ്പിക്കാറുണ്ട് സുഖപ്രസവത്തിന്. ആ വിശ്വാസമൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു. ഞാൻ പറയട്ടെ, ആ വിശ്വാസമില്ലാത്ത ആളുകളോട് ഞാൻ പറയാൻ, നിങ്ങളിത് കേൾക്കണം. നിങ്ങളോടാണ് ഇത് പറയുന്നത്, നിങ്ങളിത് കേട്ടേ പറ്റൂ. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ആളുകൾ അവരറിയാത്തതിന്റെ ശത്രുവാണ്, അല്ലെ? കുമ്പള ഇല്ല എന്ന് ചില ആളുകൾ പറയും. എന്തേ? അയാൾക്ക് കുമ്പളയെ കുറിച്ച് കേട്ടിട്ടില്ല, അല്ലേ? കുമ്പളയെ കുറിച്ച് കേട്ടിട്ടില്ല, അതുകൊണ്ട് കുമ്പള ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ? അവർക്കറിയാത്തത് ഇല്ല എന്ന് പറയണ്ട, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇല്ല എന്ന് പറയണ്ട, എനിക്കറിയില്ല എന്ന് പറയും. എല്ലാ കാര്യവും അങ്ങനെ തന്നെ. നിന്റെ യുക്തിയല്ല ഇസ്ലാം എന്ന് പറയുന്നത്, നമ്മുടെ ബുദ്ധിയല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം പ്രമാണമാണ്. ഹദീസിലൂടെ, ഖുർആനിലൂടെ, ഇജ്മായിലൂടെ, പണ്ഡിതന്മാരിലൂടെ പാരമ്പര്യമായി വരുന്ന ഒരു പ്രാമാണിക മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് നിന്റെ ബുദ്ധിക്കോ നിന്റെ യുക്തിക്കോ യോജിച്ചിട്ടല്ല നീ മസാല പറയേണ്ടത്. അങ്ങനെ സംസം വെള്ളത്തിൽ അത് മായ്ക്കുകയും എന്നിട്ട് കുടിക്കുകയും ചെയ്താൽ രോഗിക്ക് ശിഫ നൽകുമെന്ന്. അതേപോലെ തന്നെ മൻ വജദ ഫീ ഖൽബിഹി ഖസാവ, ഹൃദയത്തിൽ കാഠിന്യമുള്ള ആളുകൾ, ഒരു സ്പോട്ട്ലെസ് മൈൻഡ് അല്ല, ഒരു നിഷ്കളങ്ക മനസ്സല്ല, കണ്ടവരോടൊക്കെ ദേഷ്യം, ഭാര്യയൊക്കെ അടിക്കുന്ന സ്വഭാവം, മക്കളെയൊക്കെ അടിക്കുന്ന സ്വഭാവം, ഒരു മനസ്സിൽ സ്നേഹമോ കരുണയോ കണ്ണിൽ ചോരയോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ, മൻ വജദ ഫീ ഖൽബിഹി ഖസാവ, ഹൃദയത്തിൽ കാഠിന്യമുള്ള ഒരാൾ ഉണ്ടായാൽ പരിശുദ്ധമായ യാസീൻ സൂറത്ത് ഒരു ഭരണിയിലോ ഒരു പാത്രത്തിലോ അയാൾ എഴുതി വെക്കട്ടെ. ബിസഅഫറാൻ, കുങ്കുമത്താൽ സൂറത്തു യാസീൻ ഒരു പാത്രത്തിൽ എഴുതി പിന്നെ അയാൾ കുടിച്ചാൽ അയാളുടെ ഹൃദയത്തിലെ എല്ലാവിധ ഖസ്വത്തുൽ ഖൽബും കാഠിന്യവും നഷ്ടപ്പെടുമെന്ന് ഖുർത്തുബി ഇമാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇത് നിനക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ?
ഇത് ഖുർആനാണ് കുടിക്കുന്നത്. ഖുർആൻ കുടിക്കുമ്പോ മനസ്സിലൊരു മാറ്റം വരും. എന്തേ പറയാൻ കാരണം, അങ്ങ് ടോക്കിയോയിൽ ഒരു ഗവേഷണം നടന്നു. ആ ഗവേഷണം വെള്ളത്തെ കുറിച്ചാണ് അയാൾ പഠിച്ചത്. അയാളുടെ പേര് മസാറു എമോട്ടോ എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രജ്ഞൻ വെള്ളത്തെ കുറിച്ച് പഠിച്ചു. എന്നിട്ട് അദ്ദേഹം 5 വാള്യമുള്ള ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിന്റെ പേര് മെസ്സേജ് ഫ്രം വാട്ടർ. വെള്ളത്തിൽ നിന്ന് ലഭിച്ച സന്ദേശം എന്ന പേരിൽ 5 വാള്യമുള്ള ഒരു ഗ്രന്ഥം അയാൾ എഴുതി. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ വെള്ളത്തെ ഒരു പ്രത്യേകമായ ഊഷ്മാവിൽ തണുപ്പിക്കുകയും അങ്ങനെ തണുപ്പിച്ചപ്പോ ആ വെള്ളത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് ക്രിസ്റ്റൽ ലഭിക്കുകയുണ്ടായി, ഒരു പാള് ലഭിക്കുകയുണ്ടായി. വെള്ളത്തെ ഞാൻ ഒരു ഊഷ്മാവിൽ തണുപ്പിച്ചപ്പോ അതിൽ നിന്ന് എനിക്കൊരു എന്ത് കിട്ടി, പാളി, ഒരു ക്രിസ്റ്റൽ ലഭിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു വെള്ളത്തെ കുറിച്ച് പഠിക്കുമ്പോ ഒരു മുസ്ലിമായ സഹോദരനോട് പറഞ്ഞു, സംസം വെള്ളത്തെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ഒന്ന് ഒരു ഡയഗ്നോസ് നടത്തണമെന്ന്, പരിശോധിക്കണമെന്ന്. ഞാൻ സംസം വെള്ളം എടുത്തു നോക്കി, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ക്രിസ്റ്റൽ, ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഒരു തുള്ളിയിൽ നിന്ന് ഒരു ക്രിസ്റ്റൽ ലഭിച്ചപ്പോ സംസം വെള്ളത്തിൽ വളരെ കട്ടിയാണത്, വളരെ ടൈറ്റാണ്, അതിൽ നിന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അവസാനം എന്ത് ചെയ്തു, സംസം വെള്ളത്തിന്റെ ഒരു തുള്ളിയും മറ്റു വെള്ളത്തിന്റെ 1000 തുള്ളിയുമായി മിക്സ് ചെയ്തു. സംസം വെള്ളത്തിന്റെ ഒരു ഡ്രോപ്പ് മറ്റു വെള്ളത്തിന്റെ 1000 വെള്ളവുമായിട്ട് ഞാൻ മിക്സ് ചെയ്തു. എന്നിട്ട് കലർത്തി, എന്നിട്ട് നേരത്തെ ചെയ്ത അതേ ഊഷ്മാവിൽ ഇതിനെ ഞാൻ തണുപ്പിച്ചപ്പോ ഇവിടെയുണ്ട് ഡബിൾ ക്രിസ്റ്റൽ. നേരത്തെ ഒരു ക്രിസ്റ്റലാണ്, മറ്റു വെള്ളത്തിൽ ഒരു തുള്ളിയിൽ ഒരു ക്രിസ്റ്റലാണ്. ഇവിടെ സംസം വെള്ളത്തെ 1000കണക്കിന് മറ്റുള്ള വെള്ളവുമായി ചേർത്തു ഞാൻ ഡയഗ്നോസ് ചെയ്തപ്പോ എനിക്ക് 2 ക്രിസ്റ്റൽ കിട്ടി. എന്തോ അത്ഭുതം സംസം വെള്ളത്തിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ സൗദി അറേബ്യയിൽ നടന്നൊരു സെമിനാറിൽ അദ്ദേഹം അവിടെ പറഞ്ഞു, സാദാ വെള്ളം, സാദാ നോർമൽ വാട്ടർ, സാദാ വെള്ളത്തിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ നാമം കൽപ്പിച്ചാൽ ഒരു വെള്ളം, ആ വെള്ളത്തിലേക്ക് അല്ലാഹ്, അല്ലാഹ്, റഹ്മാൻ, റഹീം, അള്ളാഹുവിന്റെ പേര് സാദാ വെള്ളത്തിലേക്ക് കൽപ്പിച്ചാൽ ആ വെള്ളത്തിൽ ക്രിസ്റ്റൽ ഉണ്ടാവുന്നു, എന്തോ ഒരു മാറ്റം ഉണ്ടാവുന്നു. സാദാ വെള്ളം, ആ വെള്ളത്തിൽ അല്ലാഹ് എന്ന പദം തുടരെ കേൾപ്പിക്കുമ്പോ ആ വെള്ളത്തിൽ മാറ്റം വരുന്നു. എന്നാൽ അതേ വെള്ളത്തിലേക്ക് ഒരു തെറി പറഞ്ഞു നോക്കി, തെറി എന്തെങ്കിലും കുറ്റമോ വെറുതെയുള്ള അബ്യൂസോ എന്തെങ്കിലും പറഞ്ഞു നോക്കുമ്പോ ഒരു മാറ്റവുമില്ല. അതേ വെള്ളം അല്ലാഹ് എന്ന് പറയുമ്പോ ആ വെള്ളത്തിൽ മാറ്റം വരാൻ. ഇത് ആര് പറഞ്ഞു? മസാറു എമോട്ടോ എന്ന് പറയുന്ന വെള്ളത്തെക്കുറിച്ച് പഠിച്ച ഒരു സയന്റിസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലോ ഇന്റർനെറ്റിലോ ഇത് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് കാണാനും വായിക്കാനും മനസ്സിലാക്കാനും പറ്റും. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഒരു വെള്ളത്തിൽ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ വെള്ളത്തിൽ മാറ്റമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഒരു നാമം പറയുമ്പോൾ ഈ വെള്ളത്തിൽ മാറ്റമുണ്ടെങ്കിൽ, പരിശുദ്ധമായ ഖുർആൻ, ശരീരം മുഴുവനും വെള്ളമാണ്, ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും വെള്ളമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ തേനിലൊക്കെ അല്ലെങ്കിൽ ജഅഫറാനിലൊക്കെ എഴുതി ആ വെള്ളം കുടിച്ചാൽ ശരീരത്തിൽ മാറ്റമില്ലെന്ന് പറയാൻ നീ ആരാ? അല്ലേ നീ ആരാ അത് പറയാൻ? ഖുർആൻ എഴുതി കുടിച്ചാൽ അത് ഉപകാരമില്ല, അത് ഖുറാഫത്താണെന്ന് പറയാൻ നീ ആരാ? ഇത് ഖുർആനിലൂടെ സയന്റിഫിക്കലി പ്രൂവ്ഡ്, സയൻസ് വളരെ വ്യക്തമായി തെളിയിച്ച വസ്തുവാണ്. അതുകൊണ്ട് അറിയാത്തത് പറയാൻ നിൽക്കണ്ട. അന്നാസു അഅദാഉ മാ ജഹിലു, അറിയാത്തതിന്റെ ശത്രുവാണ് ജനങ്ങൾ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, ഇൽമിൽ നിന്ന് കുറച്ചേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായി? ഇത് ആരോടാ പറയുന്നത്? സ്വഹാബാക്കളോടാ പറയുന്നത്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, ഇൽമിൽ നിന്ന് അല്പം മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് സ്വഹാബാക്കളോടാണ്, ഞങ്ങളോടല്ല. ഞങ്ങളുടെ കഥ പറയണോ? അതുകൊണ്ട് അറിയാത്ത കാര്യം ഇല്ല എന്ന് പറയാൻ ഒരാളും നടക്കണ്ട. എനിക്കറിയില്ല എന്ന് പറയും. ഷാഫി ഇമാമിന് തിരിഞ്ഞില്ല, ഹംബലി ഇമാമിന് തിരിഞ്ഞില്ല, മാലികി ഇമാമിന് തിരിഞ്ഞില്ല, ഹനഫി ഇമാമിന് തിരിഞ്ഞില്ല, പ്രമുഖരായ പണ്ഡിതന്മാർക്ക് തിരിഞ്ഞില്ല എന്ന് പറയാൻ നിൽക്കണ്ട. എനിക്ക് തിരിഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. എന്റെ പൊന്നു സഹോദര, അല്ലാഹു തആല നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. വേറൊരു സംഭവം കൂടി ഞാൻ പറയട്ടെ. തൊട്ടടുത്ത് ഞാൻ ഈ ഒരു സംഭവം സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാലും വിഷയവുമായി ബന്ധമുള്ളത് കൊണ്ട് ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കുകയാണ്. അൽ ജസീറ ചാനൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തൊരു സംഭവമാണ്. ആ ഡോക്ടർ എനിക്ക് ഓർമ്മയില്ല, ഒരു ഡോക്ടർ നടത്തിയ പരീക്ഷണമാണ്. ഡോക്ടറുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അൽ ജസീറ ചാനൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തൊരു വാർത്തയാണിത്. ആ വാർത്ത 4 റൂമിൽ 4 ചെടികൾ നട്ടു മുളപ്പിച്ചു. 4 റൂമിൽ 4 ചെടികൾ, തുല്യമായ ചെടിയാണത്.
ആ ചെടിക്ക് കൃത്യമായ വെള്ളം കൊടുത്തു, കൃത്യമായ വെള്ളം 4 ഒരേപോലെ വളം കൊടുത്തു. ഒരേ അയറാണ്, ഒരേ സൂര്യന്റെ ചൂടാണ്, ഒന്നും എക്സ്ട്രാ ഇല്ല ഒന്നിനും. അങ്ങനെയുള്ള 4 റൂമിൽ 4 ഓഡിയോ ടൈപ്പ് വെച്ചു. എന്നിട്ട് 1ാമത്തെ റൂമിൽ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കുകയാണ്. 2ാമത്തേതിൽ വെറും ഒരു അറബി സംസാരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. 3ാമത്തേതിൽ മ്യൂസിക് വെച്ച് കൊടുത്തു. 4ാമത്തേതിലോ അറബി തെറി വെച്ച് കൊടുത്തു. അങ്ങനെ 4 റൂമിൽ ഒരേ വലിപ്പമുള്ള ചെടി, കൃത്യമായ വളവും സൂര്യന്റെ ആ ഒരു ചൂടും ഒക്കെ കൊടുത്തു വളർത്തി. 1 വർഷം കഴിഞ്ഞ് ഡോറ് തുറന്നപ്പോ ഖുർആനിന്റെ ഓഡിയോ ഉള്ള റൂമിൽ വളരെ തഴച്ചു വളർന്നിട്ടുണ്ട് അവിടെയുള്ള ചെടി. സർവ്വസാധാരണമാവിധം പതിവിലും വിപരീതമായി വളർന്നിട്ടുണ്ട് അവിടെയുള്ള ചെടി. എന്തേ? കേൾക്കുന്നത് ഖുർആനാണ്. പൊന്നു ചെറുപ്പക്കാരാ, ഈ മ്യൂസിക് വലിച്ചെറിഞ്ഞ് ഖുർആൻ ഇവിടെ കേട്ടിയ നീ നന്നാവും. നീ അറിയാതെ, നമ്മളറിയാതെ നമ്മളിൽ മാറ്റം വരും. ഈ ചെടി സർവ്വസാധാരണമായി വിപരീതമായി തഴച്ചു വളർന്നു. ഖുർആനിന്റെ ആയത്ത് കേട്ട് വളരുന്ന ചെടിയാണത്. തൊട്ടുപുറത്തുള്ളതോ ഒരു അറബി സംസാരം. അവിടെ സാധാ വളർച്ച അല്ല, കൂടുതലില്ല, സാധാരണഗതിയിലുള്ള വളർച്ച. തൊട്ടപ്പുറത്തുള്ളത് മ്യൂസിക്കാണ്. ആ മ്യൂസിക്കുള്ള മുറിയിലെ ചെടി വാടിപ്പോയിട്ടുണ്ട്. പൊന്നു സഹോദര, ഈ മ്യൂസിക്കും വെച്ച് നടന്ന ഹൃദയം വാടിപ്പോകും, ഹൃദയം കറുത്തു പോകും. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ ഫമൻ ഉശ്രിബഹാ മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഏതായാലും ഇൻഷാ അല്ലാഹ് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇനി പറയാനുള്ളത് ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കണമെന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ മാസത്തിലൊരു ഖത്തം തീർക്കണമെന്നാണ്. പക്ഷേ അത് നിങ്ങൾക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല. മിനിമം ഒരു പേജെങ്കിലും, ഞാൻ പറയാണ്, മിനിമം ഒന്നല്ലേ ഓതേണ്ടത്. ഒരു ദിവസം ഒരു ജുസ് ആണ്. അങ്ങനെ ഒരു ദിവസം ഒരു ജുസ്, 30 ദിവസത്തിലൊരു ഖത്തം തീർത്തില്ലെങ്കിൽ ഖുർആൻ നാളെ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അത് കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. അതൊന്നും റിസ്ക്കുള്ള കാര്യമല്ല. ഒരു ദിവസം അരമണിക്കൂർ ചെലവഴിച്ചാൽ മതി. പക്ഷെ അതിനൊന്നും നമ്മൾക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോണിൽ ഒരു ഖുർആനിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് വെറുതെ മുണ്ടാതിരിക്കുമ്പോൾ ഒന്ന് ഖുർആൻ ഓത്. ഉളൂ പോലും ആവശ്യമില്ല മൊബൈൽ ഫോൺ നോക്കി ഖുർആൻ ഓതാൻ. ഉളൂഇന്റെ ആവശ്യം വരെയില്ല മൊബൈൽ ഫോൺ നോക്കി ഖുർആൻ ഓതാൻ. അതുകൊണ്ട് അങ്ങനെ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. എൻ്റെ ഫത്വ അല്ല, പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ എന്തെങ്കിലും ക്യൂ നിൽക്കുമ്പോഴോ, ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോഴോ, വീട്ടിലിരിക്കുമ്പോഴോ ഒന്ന് ഖുർആൻ തുറന്ന് പരിശുദ്ധമായ സൂറത്ത്, ഏതെങ്കിലും ഖുർആനിന്റെ ആയത്തുകൾ ഒരു പേജെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളും എല്ലാ ആളുകളും നിർബന്ധമായിട്ടും മിനിമം 1 പേജ്, ഒരു ദിവസം 1 പേജ്, അല്ലാത്തവർ ഒരു ജുസ് ഓതണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളോടും എൻ്റെ ശരീരത്തോടും ഞാൻ ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ പരിപാടി? വായിക്കാനുണ്ടോ? പോലെ ഇനി ദുആ കഴിഞ്ഞിട്ട് പോയിക്കൂടെ? ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പോയിക്കൂടെ? ഇത്രയും നല്ലൊരു സദസ്സ്, വാല് കഴിഞ്ഞ് ഖുർആൻ ചർച്ച ചെയ്തൊരു സദസ്സ്, ദുആ കഴിഞ്ഞിട്ട് പോയിക്കൂടെ? മാഷാ അല്ലാഹ്. നാളെ വളരെ എൻ്റെ പ്രിയപ്പെട്ട ഒരു വലിയൊരു സയ്യിദാണ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ. എല്ലാവരും വരണം. നല്ലൊരു തങ്ങളാണ്, നല്ലൊരു അസറുള്ള തങ്ങളാണ്, നല്ലൊരു വാലും പറയും. മാഷാ അല്ലാഹ്. നജ്മുദ്ദീൻ തങ്ങൾ നാളെ വരും. നിങ്ങൾ നിർബന്ധമായിട്ട് നാളെ വരിക. വലിയൊരു, എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സ്നേഹം തോന്നുന്ന, ഒരു മതിപ്പ് തോന്നുന്ന ഒരു തങ്ങളാണ്. നിങ്ങൾ വരണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد
الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا اللهم آت أنفسنا تقواها وزكيها أنت خير من زكاها أنت وليها ومولاها توفنا مسلمين والحقنا بالصالحين അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തഖ്വ നൽകണേ അല്ലാഹ് മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ് കഴിഞ്ഞു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകലമാന തെറ്റുകുറ്റങ്ങളെയും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ് അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ മത്സരം നടന്ന ഹിഫ്ള് മത്സരം നടന്ന ഖുർആനിനെ കുറിച്ച് ചർച്ച ചെയ്ത സദസ്സാണല്ലോ ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ റബ്ബേ ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ അല്ലാഹുവേ നിന്റെ ഇജാബത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു റബ്ബേ വളരെ മനോഹരമായ സദസ്സാണല്ലോ മാലാഖമാർ ഒരുമിച്ച് കൂടുന്ന സദസ്സാണല്ലോ ഖുർആൻ ചർച്ച ചെയ്ത സദസ്സാണല്ലോ ഹാഫിളീങ്ങളുള്ള സദസ്സാണല്ലോ അല്ലാഹുവേ നിന്റെ ഇജാബത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലാഹുവേ കഴിഞ്ഞു പോയ പാപങ്ങളെ നീ പുറത്തു തരണേ അല്ലാഹുവേ ഞങ്ങൾ അറിയാതെ ചെയ്തത് അറിഞ്ഞു ചെയ്തത് പരസ്യമായി ചെയ്തത് രഹസ്യമായി ചെയ്തത് എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ പുറത്തു തരണേ പുറത്തു തരണേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നീ പരിഹരിച്ചു തരണേ ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ സാലിഹായി ജീവിക്കുവാനും ഈമാൻ സലാമത്തായി മരിക്കുവാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങൾ സ്നേഹത്തോടെ പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മമാർ നമ്മുടെ ഉപ്പമാർ അവരോട് നീ കാരുണ്യം ചെയ്യണേ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ അല്ലാഹുവേ ഞങ്ങളോട് ചെറുപ്പകാലത്ത് കാരുണ്യം കാണിച്ചതുപോലെ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ അവരുടെ വാർദ്ധക്യത്തിൽ കാരുണ്യം കാണിക്കണേ അവർക്ക് ആഫിയത്ത് നൽകണേ അവരുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകണേ തൗബ ചെയ്ത് മരിക്കാനും ഈമാൻ സലാമത്തായി മരിക്കാനും അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിടങ്ങളെ നീ സ്വർഗീയമാക്കണേ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും ഈ ഒരു പരിപാടി കാരണമായി പുറത്തു കൊടുക്കണേ ഈ സംഘാടകർ എന്തുദ്ദേശിച്ചിട്ടാണോ ഈ പരിപാടി വെച്ചത് അല്ലാഹുവേ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആളുകളുടെയും ഖബറിടങ്ങൾ ഈ ഒരു സദസ്സ് കാരണമായി പുറത്തു കൊടുക്കാൻ കാരണമാക്കണേ സ്വർഗം നീ അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ